നാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര പേര് വന്നു? ചെന്നൈയിലും നല്ല മഴയാണ്. ഇവിടെ ഭയങ്കര മഴയാണ്. കണ്ടോ, വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്നത് കാണുന്നില്ല അല്ലേ? നല്ല മഴയാണ്. നല്ല ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് കുറച്ച് കൂളിംഗ് ആയി. ഇനി എന്താവും അറിഞ്ഞൂടാ. എത്ര പേര് വന്നു? മെസ്സേജ് ചെയ്തു. 36. കുഴപ്പമില്ല, ബാക്കിയുള്ളവർ എത്തട്ടെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഊണ് കഴിച്ചില്ല. ഇവിടെ രാത്രി അങ്ങനെ എന്താ പറയുക, രാത്രിയിൽ അങ്ങനെ മീൽസിൻ്റെ പരിപാടി ഇല്ല. ദിവ്യ ഉണ്ടായിരുന്നപ്പം മീൽസായിരുന്നു. മീൽസിൻ്റെ പരിപാടിയൊന്നുമില്ല, അതൊക്കെ തീർന്നു. നല്ല ഇതല്ല മാങ്ങ തൂങ്ങിക്കിടക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. സത്യം. അപ്പം ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 9342494941. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ, അതെവിടെ നല്ല വേദനയുണ്ടത്. ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. ഇന്നൊക്കെ കുറേ മെസ്സേജ് നോക്കി, ഇനിയും മെസ്സേജ് നോക്കാനുണ്ട്. മെയിൽസിന് വേറെ, ഫീമെയിൽസിന് വേറെ ഗ്രൂപ്പുകളാണ്. യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ ക്ലാസ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതാ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഗ്രൂപ്പിൽ ആഡായി കഴിയുമ്പോൾ ഏകാദശിയുടെ ദിവസങ്ങൾ, പ്രദോഷം, പാരണ, വിശേഷ ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ വരും. പിന്നെ ജ്ഞാനമഞ്ജരി എന്നൊരു പങ്ക്തിയും കൂടെ ഗുരുവായൂർ മഞ്ജരീസിനുണ്ട്. പല പല ഹൈന്ദവ കാര്യങ്ങളും ക്ഷേത്രവിശേഷങ്ങളും ചരിത്രങ്ങളും അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജ്ഞാനമഞ്ജരിയിലൂടെ അഡ്മിൻസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം ഗ്രൂപ്പിലാണ് വരിക. ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് തരണമെങ്കിൽ അത് പേഴ്സണലായിട്ട് ഇടേണ്ട വരും, അല്ലാതെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കഴിയുന്നതും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതേ നാളെ എപ്പോഴാണ് വിളിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. ദയവായി ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്. കാരണം നിങ്ങളോട് ഒരാളോട് ഞാൻ വിളിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. അത് നാട്ടുകാരെ കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കേൾപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രം കേൾപ്പിക്കുക, അല്ലാത്തതെല്ലാം കൂടെ ഇങ്ങനെ കേൾപ്പിക്കാതിരിക്കുക, അതൊന്നും ശരിയല്ല. എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരാളൊരു വിഷമം പറഞ്ഞു, അത് നമ്മൾ ഉടനെ കൊണ്ടുപോയി ലൈവിലിട്ട് ഡൗട്ട് ചോദിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, അതൊക്കെ പേഴ്സണലുള്ള കാര്യങ്ങൾ പേഴ്സണലി ഡീൽ ചെയ്യാം. അത് ലൈവിൻ്റെ അകത്ത് കയറി മെസ്സേജ് ഇട്ടിട്ടല്ല ചോദിക്കുന്നത്, മോശമാണ്. അപ്പം അങ്ങനെ. റാഫിക്ക, അസ്സാം വലൈക്കും, ഹരേ കൃഷ്ണ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മഹാഭാരതമാണ് എടുക്കുന്നത്. ശാന്തി പർവ്വത്തിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ലോഭവും ദമവും എന്നുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് ശാന്തി പർവ്വത്തിൽ സത്യത്തിൻ്റെ മഹത്വം. എന്താണ് സത്യത്തിൻ്റെ മഹത്വം? അങ്ങനെ ഒരു അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. യുധിഷ്ഠിരൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ചൂടൊരല്പം കുറവുണ്ട്, പക്ഷേ നാളെ പകൽ വെയിൽ വന്നാൽ ഇതിൻ്റെ ഡബിൾ ചൂടാവും. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഓക്കെ, വാട്സപ്പിലൂടെയല്ല, നമ്മുടെ എന്താ പറയുക, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ്. ഓക്കെ, പിന്നെ സത്യത്തിൻ്റെ മഹത്വം എന്നുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സത്യത്തിൻ്റെ മഹത്വം എന്നുള്ള ആ ഒരു ചാപ്റ്റർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, യുധിഷ്ഠിരൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിതാമഹനോട് ചോദിക്കുകയാണ് അല്ലേ? ഒത്തിരി ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സ് എന്ന് പറയുന്നത് ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളും പല 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 കാര്യങ്ങളും, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, പ്രജ എങ്ങനെയായിരിക്കണം, അതെങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സാണ് ചോദിക്കുന്നത് യുധിഷ്ഠിരൻ. അപ്പം
അതുപോലെ യുധിഷ്ഠിരൻ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുതരാനാണ് പറയുന്നത്. സത്യത്തിൻ്റെ മഹത്വം അതെന്താണ് എന്ന് പറഞ്ഞുതരാൻ പറയാണ്. ഓക്കെ, ഇതിലല്ല ഇടേണ്ടത്. മഞ്ജരീസിൻ്റെ വാട്സപ്പിലോട്ടാണ് മെസ്സേജ് ഇടേണ്ടത് 9342494941. പിന്നെ ഗുരുവായൂർ വരാൻ താല്പര്യപ്പെടുന്നവർക്ക് റൂമും ഫുഡും എല്ലാം മഞ്ജരീസ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മൺസൂൺ ഓഫർ പോയിക്കൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ റൂം ബുക്ക് ചെയ്യാം. മൺസൂൺ ഓഫറിന് കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്, ഭീഷ്മ പിതാമഹനോടാണ് ചോദിക്കുന്നത്, പിതാമഹ, സത്യത്തെ പരമധർമ്മമായി എല്ലാവരും പറയുന്നു. സത്യത്തിൻ്റെ ലക്ഷണം എന്താണ്? സത്യവാദിക്ക് എന്ത് ലഭിക്കും? സത്യവാദിയാകുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത് ഭീഷ്മ പിതാമഹനോട്. അപ്പോൾ ഭീഷ്മർ പറയാണ്, 4 വർണ്ണങ്ങൾക്കും വിധിച്ചിട്ടുള്ള ധർമ്മങ്ങൾ അവർ ശരിക്കും അനുഷ്ഠിക്കണം. 4 വർണ്ണങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ? ഈ 4 വർണ്ണങ്ങളും മര്യാദയ്ക്ക് അങ്ങ് ചെയ്താൽ മതി. എന്താണ്? നമ്മൾ ഓരോരുത്തർക്ക് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അതുപോലെ സൂപ്പർ ലിഗേഷ് പ്രഭു എല്ലാ മാസവും വരുന്നുണ്ടല്ലോ മുടങ്ങാതെ. 4 വർണ്ണങ്ങൾ നമുക്കുണ്ട് അല്ലേ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അങ്ങനെ 4 വർണ്ണങ്ങളുണ്ട്. ഈ 4 വർണ്ണങ്ങളിലും 4 രീതികളിൽ നമ്മളോട് ജീവിക്കാൻ പറയുന്നുണ്ട്. അത് മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി, അത് തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. അപ്പൊ പറയാണ്, അത് ശരിയായി പാലിക്കുക, അതാണ് ഫസ്റ്റത്തെ ധർമ്മം. സത്യമാണ് സനാതനമായിരിക്കുന്ന ധർമ്മം. പരമമായ ഗതിയും സത്യമാകും. അപ്പൊ ഇപ്പോ സത്യത്തിന്റെ പാതയിൽ ആരൊക്കെ പോകുന്നോ അവരൊക്കെ ചോദ്യം ചെയ്യപ്പെടും. കലിയുഗം അങ്ങനെയാണ്. സത്യത്തിന്റെ പാതയിൽ പോയി കഴിഞ്ഞാൽ ആ വ്യക്തി ഒറ്റപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. തെറ്റിന്റെ വഴിക്ക് സഞ്ചരിക്കുന്നവർക്ക് നല്ല ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, മേൽഗതി ഉണ്ടാവും, നേട്ടം ഉണ്ടാവും, ധനം ഉണ്ടാവും, പേരുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിക്ക് പോയോക്ക് ഭയങ്കര പ്രശ്നം. എന്നും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും വേദനിപ്പിക്കലും അങ്ങനെ 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 നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് കരുതി അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അൾട്ടിമേറ്റ് വിജയം ആർക്കായിരിക്കും? സത്യത്തിൽ നിൽക്കുന്നവർക്കായിരിക്കും. അതുകൊണ്ട് പോകുന്ന വഴിയിലൂടെ നമ്മൾ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചാലും, അത് കുടുംബത്തിലായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, എവിടെയായാലും ശരി അനുഭവിച്ചാലും നമ്മളത് ഇതിലേ കേൾക്കുക, ഇതിലേ വിടുക. പലതും കേൾക്കേണ്ടി വരും. കേൾക്കാൻ പാടില്ലാത്തതെല്ലാം കേൾക്കേണ്ടി വരും. അതെല്ലാം സഹിക്കുക, ക്ഷമിക്കുക, മിണ്ടാതിരിക്കുക. അൾട്ടിമേറ്റ് വിജയം ആർക്കായിരിക്കും? സത്യത്തിൻ്റെ പാതയിൽ പോകുന്നവർക്കായിരിക്കും. ക്ഷമയോടെ ഫേസ് ചെയ്യാം. മനസ്സിലായില്ലേ? എല്ലാവരും കേൾക്കും. നിങ്ങൾ സത്യത്തിൻ്റെ പാതയിലാണോ? നിങ്ങൾ ഒറ്റപ്പെടും. എഴുതി വെച്ചോ, നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്കൊപ്പമുള്ളവരുണ്ടാവും. നിങ്ങളെ സ്നേഹിച്ച് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നവർ പോലും നിങ്ങളെ ചവറ്റുകൊട്ടയിലേക്കിടും, അവഹേളിക്കും, അപമാനിക്കും, എല്ലാ ദുരിതങ്ങളും അനുഭവിക്കും. അവസാനം നമ്മൾ തന്നെയായിരിക്കും വിജയിക്കുന്നത്. അതുകൊണ്ട് സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രം മുന്നോട്ട് പോവുക. അതാണ് പരമമായ ധർമ്മം. നമ്മുടെ തോൽവി എന്ന് പറയുന്നത് എന്താ പറയുക, നിസ്സാരമാണ്. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട, അത് വിട്ടേക്കും. ആ തോൽവി നമ്മൾ അങ്ങോട്ടേക്ക് ഏറ്റെടുക്കന്നെ. മനസ്സിലായില്ലേ? ആ തോൽവി അങ്ങ് ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോയാൽ മതി. കുറേ കരയേണ്ടി വരും, കുറേ വിഷമിക്കേണ്ടി വരും, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. നമ്മുടെ പേര്, നമ്മുടെ അഭിമാനം, അന്തസ്സ് എല്ലാം ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ അതിലൊന്നും തളരണ്ട, വിഷമിക്കേണ്ട. ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരും. എന്നാലും സഹിക്കുക. കാരണം എന്താ? സത്യം അതേ ജയിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ ഗുരുവായൂരപ്പൻ അത് ജയിപ്പിക്കുമെന്ന ഉത്തമ ബോധ്യം നമുക്ക് വേണം. പിന്നെന്താ പറയുന്നത്? സത്യം ധർമ്മസ്തഭോ യോഗ സത്യം ബ്രഹ്മ സനാതനം സത്യം യജ്ഞ പരപ്രോക്ത സർവം സത്യേ പ്രതിഷ്ഠിതം എന്നാണ് പറയുന്നത്. തപസ്സും യോഗവും സനാതന ബ്രഹ്മവും പരമമായ യജ്ഞവും എല്ലാം ധർമ്മപരമായിരിക്കുന്ന സത്യത്തിൽ പ്രതിഷ്ഠിതമാകുന്നു എന്നാണ് പറയുന്നത്. തപസ്സും യോഗവും സനാതന ബ്രഹ്മവും പരമമായ യജ്ഞവും എല്ലാ ധർമ്മപരമായിരിക്കുന്ന ധാർമ്മികപരമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്, കളവിലല്ല. സത്യത്തിന് 13 ലക്ഷണങ്ങളുണ്ട്. അറിയാമോ? സത്യത്തിൻ്റെ 13 ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത, ദമം, അമാത്സര്യം, ക്ഷമ, ഹ്രീ, തിദീക്ഷ, അസൂയാരാഹിത്യം,
ത്യാഗം, ധ്യാനം, ആരത്യം, ധൃതി, ദയ, അഹിംസ. ഇത് മൂന്നും സത്യത്തിൻ്റെ ആകാരങ്ങളാണ്. മനസ്സിലായില്ലേ? സത്യം അവ്യയമാണ്. അതൊരു ഡയമണ്ട് പോലെയാണ്. ഒരിക്കൽ അതിൻ്റെ പ്രഭ തിരിച്ചറിയും. അതുവരെ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. നിത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണ്. നിർവികാരമാണ്. സത്യം എന്ന് പറഞ്ഞാൽ വികാരമല്ല, നിർവികാരമാണ് സത്യം എന്ന് പറയുന്നത്. സത്യം കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്തും സത്യം കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ സമയമെടുക്കും. കുറച്ച് സമയമെടുത്തിട്ടേ നേടാൻ പറ്റും. എളുപ്പം നേടാൻ കഴിയില്ല. സത്യവാദിയെ എല്ലാവരും സ്നേഹിക്കുന്നു, പെട്ടെന്നല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആദരിക്കുന്നു. ഈ ആദരിക്കലൊന്നും പെട്ടെന്ന് കിട്ടില്ല, കുറെ കഴിഞ്ഞാലേ കിട്ടും. സത്യവാദിയുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. സത്യവാദിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും ശാന്തമായ ഒരു മനസ്സായിരിക്കും. അവൻ ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. ഒരുപാട് വിഷമിച്ചാലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. അയ്യോ ഞാൻ ചെയ്തു പോയല്ലോ, പറഞ്ഞു പോയല്ലോ എന്നൊരു തോന്നൽ വരില്ല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ജീവികൾക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മുടെ നേരെ വിരൽ ചൂണ്ടാനേ ആൾക്കാരുള്ളൂ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മനസ്സിലായില്ലേ? അത് കുടുംബത്തിൽ നിന്നായാലും ശരി, പുറത്തു നിന്നായാലും ശരി, അവർക്ക് വേണ്ടത് നൽകി സഹായിക്കുക. നമ്മളെ കൊണ്ടാവുന്ന സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാം. അത്രയും മതി. ഇത് സനാതനമായിരിക്കുന്ന ധർമ്മമാണ്. ഇതാണ് ശരി. ശ്രുതി ധർമ്മത്തിന് സത്യമാണ് പ്രമാണം എന്ന് പറയുന്നത്. ഓക്കെ. അശ്വമേധ സഹസ്രം ച സത്യം ച തുലയാധൃതം അശ്വമേധ സഹസ്രാധി സത്യമേവ വിശിഷ്യതേ. അങ്ങനെയാ പറയുന്നത്. പണ്ട് 1000 അശ്വമേധ യാഗങ്ങളെയും സത്യത്തെയും കൂടി ദേവന്മാർ തൂക്കി നോക്കി. 1000 അശ്വമേധ യാഗങ്ങളും തൂക്കി, സത്യത്തെയും കൂടി തൂക്കി നോക്കി. അപ്പോ സത്യമാണ് കൂടുതൽ ഭാരമുള്ളതായി തോന്നിയത്. അശ്വമേധ യാഗം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പം അതിനേക്കാൾ മുകളിലാണ് എന്ത്? സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരമമായിരിക്കുന്ന ധർമ്മമായിരിക്കുന്ന സത്യത്തിൻ്റെ സംരക്ഷണത്തിൽ രാജാവ് എപ്പോഴും സദാ ജാഗരൂകനായിരിക്കണം. സത്യത്തിൻ്റെ കാര്യത്തിൽ രാജാവ് എപ്പോഴും കടുംപിടുത്തം നിൽക്കുന്നവനായിരിക്കണം. 5 സമയങ്ങളിൽ അസത്യം പറഞ്ഞാൽ പാപമില്ല. 5 സമയങ്ങളിൽ നമുക്ക് അസത്യം പറയാം, തെറ്റില്ല. എപ്പോഴാണ്? ന നർമ്മയുക്താനമൃതം ഹിനസ്തി ന ശ്രീതീഷു രാജന്ന വിവാഹകാലേ ന ഗുരുവർത്വം നാംനേ ജീവിതാർത്ഥേ പഞ്ചാനൃതാന്യാഹുര പാധവാനി. എന്ന് വെച്ചാൽ നേരം പോക്കിൽ ഒരു നുണ പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു തമാശ പറയുമ്പോൾ ഒരു നുണ പറഞ്ഞെന്നോർത്ത് പ്രശ്നമില്ല. സ്ത്രീകളോട് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു നുണ പറഞ്ഞാൽ കുഴപ്പമില്ല. കല്യാണത്തിനും ഗുരുവിന് ഒരു ധനം കൊടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരു കല്യാണം നടക്കണമെങ്കിൽ ഒരു കളവ് പറയാം. ഇനി നമ്മുടെ ഗുരുവിന് ഒരു ധനസഹായം ചെയ്യണമെങ്കിൽ ഒരു കളവ് പറയാം. ഉപജീവനത്തിന് വേണ്ടിയും നുണ പറയാം, പാപമില്ല. മനസ്സിലായില്ലേ? അല്ലാണ്ട് നുണ പറഞ്ഞാൽ അത് തെറ്റാണെന്നാണ് പറയുന്നത്. മറ്റുള്ള അസത്യങ്ങൾക്കെല്ലാം ശരിയായ പ്രായശ്ചിത്തം ചെയ്ത് പാപശുദ്ധി വരുത്തണം. അല്ലാണ്ട് നമ്മൾ എന്തിനു വേണ്ടി നുണ പറഞ്ഞാലും അതെന്ത് ചെയ്യണം? പാപശുദ്ധി വരുത്തണം. അത് പറഞ്ഞ ശേഷം ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? എന്തൊക്കെയാണ് പാപം എന്നുള്ളതും അതിൻ്റെ പ്രായശ്ചിത്തം എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു കൊടുത്തു ധർമ്മപുത്രർക്ക്. പിന്നെ ഗഡ്ഗപ്രയോഗത്തിൽ സമർത്ഥനായ നകുലനാണ് പിതാമഹനോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്? വാളിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ്? വാളിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ്? അതറിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. വാള് കയ്യിലുള്ളവന് ശത്രുക്കളെ ജയിക്കാൻ എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് വാളിന് ഇത്രയും പ്രാധാന്യം? അപ്പൊ പിതാമഹൻ എന്ത് ചെയ്തു? വാള് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചരിത്രത്തെ പറ്റി അങ്ങ് പറഞ്ഞു കൊടുത്തു. ഉണ്ണി നകുല,
നിന്റെ ചോദ്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. മഹാപ്രളയത്തിൽ എന്താ പറയുന്നത്, വാൾപ്പയറ്റിൽ വിദഗ്ധരായിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ പറയണമെന്നറിയോ? മഹാപ്രളയത്തിൽ ഈ ലോകം മുഴുവൻ അങ്ങനെ ജലം മൂടിക്കിടക്കുകയാണ്. ഒരു മഹാപ്രളയം വന്നപ്പം സൃഷ്ടിയൊന്നും നടക്കാത്തൊരു കാലമായിരുന്നു അത്. അപ്പോൾ കൽപ്പാരംഭത്തിൽ ആദ്യം പിതാമഹൻ ജനിച്ചു. പിന്നീട് അത് കഴിഞ്ഞപ്പം ആകാശം അങ്ങനെയുള്ള കുറേ പഞ്ചഭൂതങ്ങൾ, നമ്മുടെ പഞ്ചഭൂതങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും മനുഷ്യരെയും പക്ഷി മൃഗാദികളെയും എല്ലാം ഭഗവാൻ സൃഷ്ടിച്ചു. പ്രജേതസ്സനായിരിക്കുന്ന ദക്ഷപ്രജാപതി എന്ത് ചെയ്തു? സുജിത് പ്രഭു ഫണ്ണി. പ്രജേതസ്സനായ ദക്ഷപ്രജാപതി 60 കന്യകമാരെ സൃഷ്ടിച്ചു. അങ്ങനെ ക്രമേണ 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 സൃഷ്ടി ഇങ്ങനെ വലുതാവാൻ തുടങ്ങി. ദേവന്മാരും മഹർഷിമാരും എല്ലാവരും ആ സനാതന ധർമ്മത്തെ അനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ദാനവന്മാരെന്ത് ചെയ്ത് ക്രോധങ്ങളിലും, അതായത് ദേഷ്യത്തിലും ആഗ്രഹങ്ങളിലൊക്കെ പെട്ട് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റിച്ച് ജീവിക്കാൻ തുടങ്ങി. അധർമ്മത്തിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കുകയാണ് ഇവർ. ആര്? ദാനവന്മാർ, അസുരന്മാർ. അങ്ങനെ അധർമ്മികളായി ജീവിക്കുകയാണ്. ബ്രഹ്മദേവൻ പറഞ്ഞ പോലെ ഒന്നും ജീവിക്കുന്നുണ്ട്, അധർമ്മികളായി ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരാരായി മാറി? അഹംഭാവികളായി മാറി. അങ്ങനെ അവരെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറി. അസുരന്മാരുടെ പീഡനം കൊണ്ടങ്ങ് പൊറുതി മുട്ടിയപ്പോൾ ദേവന്മാരെന്ത് ചെയ്ത് ബ്രഹ്മദേവനെ വിളിച്ചിട്ട് കുറെ വിഷമം അങ്ങ് പറഞ്ഞു. ഈ അസുരന്മാർ വല്ലാതെ ഉപദ്രവിക്കുന്നു, ഇവരെ കൊണ്ടൊരു സ്വൈര്യവും ഇല്ല എന്നുള്ള രീതി. ഋഷിമാരുടെയും ദക്ഷന്റെയും ഒക്കെ സഹായത്തോടെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഗംഭീരമായിട്ടുള്ള ഒരു യജ്ഞം അങ്ങ് ചെയ്തു. യജ്ഞത്തിന്റെ അവസാനത്തിൽ ഒരു ഭൂതം അങ്ങ് ഉയർന്നു വന്നു. ആ ഒരു ഘോരമായിരിക്കുന്ന ആ ഒരു സത്വം, ആ ഭൂതം എന്താ ചെയ്തതെന്നറിയോ? പുറത്തു വന്ന ഉടനെ ലോകം മൊത്തം അങ്ങ് ഇളക്കി മറിക്കാൻ തുടങ്ങി. അങ്ങ് ഇളക്കി മറിക്കാൻ തുടങ്ങി. പേടിച്ചു പോയ ദേവന്മാരും മഹർഷിമാരും ഒക്കെ കൂടെ ബ്രഹ്മാവിനോട് പറഞ്ഞു, യോ എന്താ അത്, പേടിയാവുന്നു, ഞങ്ങൾക്കാകെ വിഷമം വരാൻ തുടങ്ങി, ഈ ഭൂതം ലോകം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ബ്രഹ്മദേവൻ പറയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇത് ഞാൻ ഉള്ളിൽ സങ്കല്പിച്ചിട്ടുള്ള അസിയാണ്. അസി ദുഷ്ടന്മാരായിരിക്കുന്നവരെ എല്ലാം ശിക്ഷിച്ച് ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവനെ ഞാൻ വരുത്തിയത്, ഈ ഭൂതത്തിനെ വരുത്തിയത്. അങ്ങനെ ആ ഭൂതം കുറച്ച് കഴിയുമ്പോൾ, ജയ്ഹിന്ദ്, ആ ഭൂതം കുറച്ച് കഴിയുമ്പം ആ ഭൂതത്തിൻ്റെ രൂപമൊക്കെ വിട്ടിട്ട് ഒരു വാളിൻ്റെ രൂപം അങ്ങ് ധരിച്ചു. ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആ വാളെടുത്തിട്ട് രുദ്രൻ അങ്ങ് കൊടുത്തു. രുദ്രൻ എന്ത് ചെയ്തു? കാലാഗ്നി സന്നിഭമായിരിക്കുന്ന ആ വാളങ്ങ് കയ്യിലെടുത്തു. രൗദ്രമായിരിക്കുന്ന ആ രൂപത്തോടുകൂടി രുദ്രൻ ലോകമെമ്പാടും ചുറ്റി നടക്കാൻ തുടങ്ങി. ആകാശത്തിൽ വാളങ്ങനെ ചുഴറ്റി അങ്ങനെ അട്ടഹസിച്ച് ഭയങ്കരമായിരിക്കുന്ന ആ രൂപത്തോടു കൂടിയ ഭഗവാനെ കണ്ടപ്പോൾ ദാനവന്മാർ, അസുരന്മാർ പറയാണ്, ബർസാന രാധാറാണിക്ക് ജയ്, ലാഡ്ലി മാതാജിക്ക് ജയ്. അപ്പൊ പറയാണ്, ഈ രുദ്രനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? കൊല്ലണം എന്ന് പറഞ്ഞു. ഇവനെ തവിട് പൊടിയാക്കണം എന്ന് പറഞ്ഞു അസുരന്മാർ. ഇതും പറഞ്ഞുകൊണ്ട് അസുരന്മാരെന്ത് ചെയ്ത് നേരെ വന്നു. ആരുടെ നേരെ? വാളും പിടിച്ച് അട്ടഹസിക്കുന്ന രുദ്രന്റെ നേരെ അങ്ങ് വന്നു. അതെല്ലാവരും ഷെയർ ചെയ്യൂ കേട്ടോ. എല്ലാ അസുരന്മാരും കൂടെ വാളും പിടിച്ച് കറങ്ങി നടക്കുന്ന രുദ്രനോട് അടിപിടിക്കാൻ വന്നു. വലിയ പാറകളും കത്തുന്ന തീകളും പന്തങ്ങളും മൂർത്ത് ഇരുമ്പ് വടികളൊക്കെ ആയിട്ട് വന്ന അവരെ എല്ലാം രുദ്രൻ എന്ത് ചെയ്ത് ഒറ്റയടിക്ക് വാളുകൊണ്ടങ്ങ് വെട്ടി വീഴ്ത്തി അസുരന്മാരെ. ആ ഘോരമായ യുദ്ധത്തില് കയ്യും കാലും എല്ലാം മുറിഞ്ഞ് ചോരയിൽ കുളിച്ച് നടന്ന നമ്മുടെ എന്താ പറയുക അസുരന്മാര്
പേടിച്ചോടാൻ തുടങ്ങി. 4 പാടും 4 ദിക്കിലേക്ക് അവർ ഓടി. അങ്ങനെ രുദ്രൻ അസുരന്മാരെയെല്ലാം കൊന്ന് സംഹരിച്ച് ധർമ്മം അങ്ങ് നിലനിർത്തി. പിന്നീട് രൗദ്രരൂപം വിട്ടിട്ട്, രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് കേട്ടോ, രൗദ്രരൂപം വിട്ടിട്ട് മഹാദേവൻ സൗമ്യമായ രൂപത്തിലേക്ക് വന്നു. അത് കണ്ടപ്പോൾ ദേവന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഗന്ധർവന്മാരും മഹർഷിമാരും എല്ലാവരും മഹാദേവനെ അങ്ങ് സ്തുതിച്ചങ്ങോട്ട് വാഴ്ത്തി. അപ്പൊ സന്തോഷവാനായ മഹാദേവൻ എന്ത് ചെയ്തു? ആ വാളെടുത്തിട്ട് നേരെ സൈനസിന്റെ തലവേദനയുടെ അത് കൂടിക്കഴിഞ്ഞാൽ മൂക്കുന്ന് ബ്ലഡ് വരും. അപ്പം അത് കാരണം സൈനസ് തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ ടാബ്ലറ്റ് കഴിച്ചേക്കണം. റിസ്ക് എടുക്കാൻ പറ്റൂല. റിസ്ക് എടുത്താൽ പണി, എപ്പം മഴയാ, പുറത്തിറങ്ങാൻ പറ്റൂല. ആ സമയത്ത് സന്തോഷത്തോടു കൂടി മഹാദേവൻ എന്ത് ചെയ്തു? ആ വാള് ധർമ്മരക്ഷയ്ക്കായിട്ട് മഹാദേവൻ ആർക്ക് കൊടുത്തു? വിഷ്ണുവിന് അങ്ങ് കൊടുത്തു. വിഷ്ണുവിൽ നിന്ന് ദേവന്മാരുടെയും മഹർഷിമാരുടെയും കൈകളിലൂടെ മാറി മാറി വന്ന ആ വാള് അവസാനം ഭൂമിയില് ക്ഷത്രിയരുടെ കൈകളിലേക്ക് വന്നു. മനസ്സിലായില്ലേ? നേരെ ക്ഷത്രിയരുടെ കൈകളിലേക്ക് വന്നു. പരമ്പരയായി മാറി 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 വന്ന വാള് അവസാനം ദ്രോണന്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നു. അവസാനം ആ വാള് നേരെ എവിടെ എത്തി? ദ്രോണരുടെ കൈകളിലേക്ക് എത്തി. ദ്രോണരിൽ നിന്ന് കൃപന് കിട്ടിയ ആ വാളാണ് ഇന്ന് ഭ്രാതാക്കളോട് കൂടി തലമുറകളോളം കൈമാറി 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 ആരെ കയ്യിലെത്തിയത്? യുധിഷ്ഠിരന്റെ കയ്യിലേക്ക് എത്തിയത്. അല്ലയോ മാധീപുത്ര, ആയുധങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ വാള് മഹേശ്വരനാൽ അനുഗ്രഹീതമാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ രാജാക്കന്മാരുടെ കയ്യിൽ ഒരു വാളുണ്ടാവും. ഈ വാളിന്റെ ഉത്ഭവമാണ് ഇപ്പൊ ഇവിടെ ഭഗവാൻ നമ്മുടെ പിതാമഹൻ പറഞ്ഞു കൊടുത്തത്. എപ്പോഴും വിജയത്തിന്റെ ഒരു സ്വരൂപമാണ് ഈ വാളെന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മദേവനിൽ നിന്ന് ആജ്ഞയൊന്നും അനുസരിക്കാതെ അഹങ്കരിച്ച് നടന്ന അഹങ്കാരികളായ അസുരന്മാരെ നിയന്ത്രിക്കാൻ ആര് വന്നു? ബ്രഹ്മദേവനിൽ നിന്ന് വന്ന അസി എന്ന് പറയുന്ന ഒരു ഭൂതം എല്ലാവരെയും നിഗ്രഹിച്ച് പിന്നീട് മഹാദേവന്റെ രൂപത്തിൽ മാറി. അസി എന്ന് പറയുന്ന ആ വാള് എന്താ പറയാ, ആ ഭൂതം വാളായി മാറി മഹാദേവന്റെ കയ്യിലേക്ക് പോയി. മഹാദേവൻ ആ വാളും കൊണ്ട് അസുരന്മാരെ എല്ലാം തകർത്ത് ആ വാള് മഹാദേവൻ ആർക്ക് കൊടുത്തു? മഹാവിഷ്ണുവിന് കൊടുത്തു. അങ്ങനെ 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 വിഷ്ണു എന്ത് ചെയ്ത്? ദേവന്മാരുടെയും മഹർഷിമാരുടെയും കൈകളിലൂടെ കൊടുത്ത് അവസാനം അത് ഭൂമിയിലേക്ക് ക്ഷത്രിയന്മാരുടെ കയ്യിൽ വന്ന് പരമ്പരയായി മാറി 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 ദ്രോണാചാര്യരുടെ കയ്യിൽ വന്ന് ദ്രോണരിൽ നിന്ന് കൃപന് കിട്ടി. അങ്ങനെ തലമുറകൾ കൈമാറി കൈമാറി ക്ഷത്രിയരുടെയും രാജാക്കന്മാരുടെയും എല്ലാം കൈകളിലേക്ക് വന്നതാണ് ഈ വാള്. മനസ്സിലായില്ലേ? അതാണ് യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഗഡ്ഗം എന്ന് പറഞ്ഞ വാളിന്റെ ആ ഒരു തുടക്കത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊക്കെ കേട്ട് എല്ലാവരും സന്തോഷവാന്മാരായി. ഇങ്ങനെ പറഞ്ഞ് ഭീഷ്മര് വീണ്ടും ശരശയ്യയിൽ ഇങ്ങനെ കിടക്കുക, മൗനമായിട്ട് കിടക്കുകയാണ്. എന്തേ? അപ്പോൾ എവിടെ കിടക്കുന്നു? ശരശയ്യയിൽ അങ്ങനെ കിടക്കുകയാണ്. എല്ലാവരും അവരവരെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. സാരമില്ല. ധർമ്മജ്ഞനായിരിക്കുന്ന വിതുരന്റെ അടുത്തിരുന്നിട്ട് ധർമാർത്ഥ കർമ്മങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അർജുനനും ഭീമനും നകുലനും സഹദേവന്മാരും അവസാനം ധർമ്മപുത്രരും എല്ലാവരും കൂടി ഇങ്ങനെ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർത്ഥകാമങ്ങൾക്ക് മൂലമായിരിക്കുന്ന ധർമ്മത്തെ പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നുള്ളത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ
ധർമ്മപുത്രനാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിതാമഹന്റെ വാക്കുകളെല്ലാം കേട്ടപ്പം ധർമ്മപുത്രർക്കും അനുജന്മാർക്കൊക്കെ വളരെ സന്തോഷം. മഴ തുടങ്ങിയില്ല, ചക്രവാത ചുഴി കൊണ്ടുള്ള മഴയാണ്. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് എല്ലാവർക്കും നല്ല അറിവൊക്കെ കിട്ടി. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ധർമ്മപുത്രർ അനുജന്മാരെയും കൂടി കൂട്ടിയിട്ട് നേരെ വന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, പിതാമഹ, അങ്ങ് പറഞ്ഞെന്ന അറിവുകളൊക്കെ കേട്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരായിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ചില കാര്യങ്ങളും കൂടെ അറിയണം. കൃതജ്ഞന്മാരും മിത്രജ്ഞന്മാരും ദുരാചാരന്മാരുമായ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? അങ്ങ് കൃതജ്ഞനായ ഗൗതമന്റെ ഒരു കഥ പറയാറുണ്ടല്ലോ, അത് വിസ്തരിച്ചറിഞ്ഞാൽ കൊള്ളാം. ദയവ് ചെയ്ത് ആ കഥയൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭീഷ്മപിതാമഹൻ പറയാണ്, യുധിഷ്ഠിരാ, അത് പണ്ട് മ്ലേച്ഛന്മാരുടെ നാട്ടിൽ നടന്നൊരു കഥയാണ് യുധിഷ്ഠിര. നല്ല സ്വഭാവമുള്ള, വേദങ്ങളെല്ലാം അറിയുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഗൗതമൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, വിഷ്ണുവിനല്ലേ, ഒരു ബ്രാഹ്മണൻ ബഹുമാനിക്കുന്നൊക്കെ ഗൗതമൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ദാരിദ്ര്യം കൊണ്ട് വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു. അയാൾ ഒരിക്കല് ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്, ചാർജിലിട്ടിരിക്കുക, ഫോൺ ഊരിക്കളയട്ടെ. ഇതൊന്ന് ഓഫ് ചെയ്യും, പ്ലഗ് പോയിന്റ് ഓഫ് ചെയ്തേക്ക്. വാഷിംഗ് മെഷീൻ ഓണല്ലല്ലോ. സ്വിച്ച് വാഷിംഗ് മെഷീൻ്റെ ഓഫ് ചെയ്യാം, എ സിയുടെ ഓഫ് ചെയ്യാം, ഫ്രിഡ്ജിൻ്റെ ഓഫ് ചെയ്യാം, അക്വാഗാർഡിൻ്റെ ഓഫ് ചെയ്യാം, ടി വിയുടെ ഓഫ് ചെയ്യാം. വൈഫൈ ഓഫ് ചെയ്താ? ചെയ്താ? സത്യം പറയേ, പോയി ആ വൈഫൈ ഓഫ് ചെയ്ത് വന്നു. എന്തു, അയ്യോ, ഇനി അതിന്റെ മുകളിൽ കൈ വെക്കാതെ ആ ഭാഗത്തേക്കേ പോണ്ട. മര്യാദക്കിരുന്ന വൈഫൈ പോയിട്ട് ഓഫ് ചെയ്തിരിക്കുന്നു. കേൾക്കാവോ ഞാൻ പറയുന്നത്, അതോ സ്റ്റക്കായോ? തെക്കോട്ട് പറഞ്ഞാൽ അത് വടക്കോട്ടോടും. കേൾക്കാമോ? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി. ഇനി എണീക്കണ്ട, വൈഫൈന്റെ അടുത്തേക്കേ പോണ്ട, അവിടെ ഇരുന്നാ മതി. അല്ല പിന്നെ, അയ്യോ നെറ്റ് തീർന്നല്ല, ഈ ബിന്ദുമ്മ പോയിട്ട് വൈഫൈ ഓഫ് ചെയ്താണ്. മിണ്ടണ്ട, എന്തോ പറയാനാ നോക്കണേ. അങ്ങനെ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പോയി വൈഫൈ ഓഫ് ചെയ്തു. അങ്ങനെ ഈ ബ്രാഹ്മണൻ ഭയങ്കരം ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരിക്കൽ ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ചെന്നു. അവിടെ ബ്രാഹ്മണനും സത്യസന്ധനും നല്ല സഹായം ചെയ്യുന്ന ഒരു ദസ്യു ഉണ്ടായിരുന്നു. ദസ്യു അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വർഷത്തേക്ക് ഈ ബ്രാഹ്മണന് താമസിക്കാനുള്ള സ്ഥലവും വേണ്ടത്ര ഭക്ഷണവും ഉടുക്കാനുള്ള വസ്ത്രവും ശുശ്രൂഷിക്കാൻ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയെയും കൊടുത്തു ഈ ദസ്യു. ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ എന്ത് ചെയ്തു, അതെല്ലാം സ്വീകരിച്ച് ആ വീട്ടിൽ സുഖമായി അങ്ങ് ജീവിച്ചു. ക്രമേണ 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 സഹായിക്കാൻ കൊടുത്ത ദാസിയെ ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ എന്ത് ചെയ്തു, വെപ്പാട്ടിയാക്കി മാറ്റി. ആ വീട്ടിൽ താമസിച്ച അയാൾ എന്ത് ചെയ്തു, ആ വീട്ടിൽ താമസിച്ച അയാൾ എന്ത് ചെയ്തു, അമ്പെയ്യാനും മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനും ഒക്കെ പഠിച്ചു. ദിവസേന അയാൾ പോയിട്ട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കൊണ്ടുവന്ന് മാംസമൊക്കെ വെച്ച് കഴിച്ച് വയറ് നിറച്ച് അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ്യമെല്ലാം കളഞ്ഞു കുളിച്ച് ഒരു ദസ്യുവിനെ പോലെ ജീവിക്കാൻ തുടങ്ങി. ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ഒരു ബ്രാഹ്മണൻ ആ ഗ്രാമത്തിലെത്തി. ഈ ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ വേറൊരു ബ്രാഹ്മണൻ എത്തി.
ഒരു ബ്രാഹ്മണന്റെ വീട് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ഇത് അവിടെ ഒരു ഗൗതം എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഉണ്ടെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അയാൾ എന്ത് ചെയ്തു, നേരെ ഗൗതമന്റെ വീട്ടിലെത്തി. അന്നേരം ഈ ഗൗതമൻ കൊന്ന അരയന്നങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കെട്ടെടുത്ത് തോളിലിട്ട്, കുറേ അരയന്നങ്ങളെ കൊന്നിട്ട് ഈ ഗൗതമൻ തോളിലിട്ട് ആ വീട്ടിൽ വന്നിരിക്കുക, അയാളുടെ വീട്ടിൽ വന്നിരിക്കുക. അപ്പോഴാണ് ഈ വീട് അന്വേഷിച്ച് വേറൊരു ബ്രാഹ്മണൻ വരുന്നത്. പൂർവപരിചിതനായിരിക്കുന്ന ഗൗതമനാണ് ആ ദസ്യുവേഷത്തിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ അതിഥി, അതായത് മുൻപേ പരിചയം ഉണ്ടായിരുന്നു ഈ ബ്രാഹ്മണന്, ഈ ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ ഇപ്പോൾ വന്ന പുതിയ ബ്രാഹ്മണന് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അതെ, മഴയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ നോക്കുമ്പോൾ, ഇതെനിക്ക് നേരത്തെ അറിയുന്ന ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണനല്ലേ ഈ അരയന്നങ്ങളെയൊക്കെ കൊന്നു തോളിലിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ അതിഥി ബ്രാഹ്മണൻ ഗൗതമനോട് ചോദിച്ചു, സ്നേഹിത, ഇതെന്താ ഇത്? വേദജ്ഞന്മാരും ജ്ഞാനികളും വിപ്രന്മാരുടെ കുലത്തിൽ ജനിച്ച അങ്ങ് ഇതെന്താ ഇത്? ഒരു ദസ്യുവിനെ പോലെ നിൽക്കുന്നത്, കുറേ അരയന്നങ്ങളെയൊക്കെ കൊന്നു തോളിലിട്ട്. ഇത് ശരിയല്ല. നീ ഇപ്പൊ തന്നെ ഈ ഗ്രാമം വിട്ടങ്ങ് പോകൂ. ഇതൊട്ടും ശരിയല്ല. ദാരിദ്ര്യം കൊണ്ട് ഭക്ഷണം അന്വേഷിച്ചു വന്നവനാണ് നീ. നീ ഇപ്പൊ മായയുടെ പിടിയിൽപ്പെട്ട് അധപ്പതിച്ചിരിക്കല്ലേ നീ. ഇതെന്താ ഇത്? നീ ഒരു ബ്രാഹ്മണനല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം പെട്ടെന്ന് ഗൗതമന്റെ ഉള്ളങ്ങ് കാളി. അയ്യോ, ശരിയാണല്ലോ, ഞാൻ മായയുടെ പിടിയിൽപ്പെട്ടുപോയി. ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടതല്ല ഞാൻ. ഇങ്ങനെ ചിന്തിച്ച് ഉടനെ ഈ പുതിയ ബ്രാഹ്മണനും ഈ ഗൗതമനും കൂടി എന്തായി, നേരെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗ്രാമം വിട്ടുപോയി. ഇതേ കുഞ്ഞാ, നിനക്ക് വെറുതെ അവളുടെ വായന്ന് ചീത്തയേക്കും, നീ മിണ്ടായിരുന്നു കേട്ടോ. ഗ്രാമം വിട്ടുപോയി. അടുത്ത ദിവസം രാവിലെ അതിഥി ആ ഗ്രാമം വിട്ടു വന്ന വഴി തന്നെ പോയി. ഗൗതമനും അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കി ആ ഗ്രാമം വിട്ട് എങ്ങോട്ടെന്നില്ലാതെ പോകുമ്പോൾ ഒരു കൂട്ടം കപ്പല കച്ചവടക്കാരെ കണ്ടു എന്നാ പറയുന്നത്. കപ്പല കച്ചവടക്കാർ, അതെന്താ സാധനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ അന്വേഷിച്ചിട്ട് പറയണം. ഈ ഗൗതമൻ അടുത്ത ദിവസം രാവിലെ തന്നെ എങ്ങോട്ട് പോകുന്നറിയാതെ മനസ്സും വിഷമിച്ച് പോകുമ്പോൾ കുറേ കപ്പല കച്ചവടക്കാരെ കണ്ടു. അവരുടെ കൂടെ ഗൗതമനും എന്താ പറയണത്, അവര് കടലിലേക്കാണ് പോയത് കേട്ടോ. ഇനി കപ്പല് കച്ചവടക്കാരാണോന്നും അറിയില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോന്നും അറിയില്ല, കപ്പല കച്ചവടക്കാരെന്ന് ഇവിടെ കൊടുക്കുന്നത്. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. വേറെയും ഇവിടെ മഹാഭാരതം ബുക്കുണ്ട്, അതിൽ നോക്കട്ടെ. അങ്ങനെ എന്തായാലും ഗൗതമൻ അവരെ കൂടെ കടലിലോട്ട് പോകാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി നടക്കുമ്പോൾ ഒരാന അവിടെ ഓടി വന്ന് മതിച്ചു വന്നിരിക്കുക. അവരെ അങ്ങ് ആക്രമിച്ചു, ഗൗതമനെയും ഈ കച്ചവടക്കാരെയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെങ്കിലും ഈ ആന വിട്ടില്ല. കുറേ ആൾക്കാർ മരിച്ചു വീണു. ഗൗതമൻ എന്ത് ചെയ്തു, കടലിലേക്കുള്ള വഴി വിട്ട് ഒറ്റയ്ക്ക് പോവാണ്. കടലിലേക്കൊന്നും ഇനി പോണ്ടാന്നോർത്തുകൊണ്ട് ഗൗതമൻ വേറെ വഴിക്ക് ഓടി. ഈ ആനയെ കണ്ടിട്ട് ഓടി 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 ഗൗതമൻ എവിടെ എത്തി? ഒരു പൂന്തോട്ടത്തിലെത്തി. അവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ തണലിൽ തളർന്ന് 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 ചെറിയ കാറ്റും കൊണ്ട് ഗൗതമൻ കിടന്നുറങ്ങിപ്പോയി. നേരം രാത്രിയായി. കുറേ കഴിഞ്ഞപ്പോൾ നല്ല തേജസ്വികളായ കുറേ പക്ഷികൾ ആ ഉദ്യാനത്തിലേക്ക് അങ്ങ് പറന്നു വന്നു. അവരുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് ഗൗതമൻ അങ്ങ് എന്താ പറയുക, സാധാരക്കാരൻ. ഓക്കെ, താങ്ക് യു സുജിത് പ്രഭു. അപ്പോൾ ഈ പക്ഷികളുടെ ശബ്ദം കേട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഗൗതമൻ പെട്ടെന്ന് ഉണർന്നു. ആ പക്ഷികളെല്ലാം വന്നത് എവിടെന്നാന്നറിയോ? ബ്രഹ്മലോകത്തു നിന്ന്. ഗൗതമൻ ഭയങ്കര അത്ഭുതത്തോടു കൂടി അതിങ്ങനെ നോക്കി നിൽക്കുക, ആ പക്ഷികളെയൊക്കെ. ഉടനെ ഒരു പക്ഷി ശ്രേഷ്ഠൻ പറന്ന് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പറന്ന് 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 ആ മരത്തിൻ്റെ കൊമ്പിൽ വന്നിരുന്നു. ഗൗതമൻ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പക്ഷി ശ്രേഷ്ഠൻ. ബ്രഹ്മാവിൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായ നാഡീജങ്കൻ എന്ന രാജാവാണ് ഈ പക്ഷി. ബ്രഹ്മാവിൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായ
നാഡീജങ്കൻ എന്ന് പറയുന്ന ഗജരാജാവായിരുന്നു ആര്? ഈ പറന്നു വന്ന പക്ഷിശ്രേഷ്ഠൻ. പക്ഷിരാജൻ വന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആ ഇരിക്കുന്ന അതിഥിയെ അങ്ങ് നോക്കി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ വിപ്ര, ഞാൻ എന്നും ഈ മരത്തിലാണ് കിടന്നുറങ്ങാറ്. ഇന്ന് എൻ്റെ അതിഥിയായിട്ടാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. ഇപ്പം സമയം രാത്രിയായി, ഇവിടെ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഉടനെ ഈ ഗൗതമനും പറഞ്ഞു, എന്നെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നാളെ രാവിലെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പക്ഷിയുടെ നല്ല സ്നേഹമുള്ള വാക്ക് കേട്ടപ്പോൾ ഗൗതമൻ അങ്ങ് ആശ്ചര്യപ്പെട്ടു. ആരാണ് ഈ പക്ഷി? എന്നോട് ഈ മരത്തിൻ്റെ താഴെ സുഖമായി ഉറങ്ങിക്കോ, രാവിലെ പൊക്കോ എന്നൊക്കെ പറയുന്ന ഈ പക്ഷി ഒരു സാധാരണക്കാരനല്ലല്ലോ. അങ്ങനെ ഗൗതമൻ ആ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ആ പക്ഷിയെ ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി നോക്കിയിരുന്നു. അത് കണ്ട ആ പക്ഷി പറഞ്ഞു, ബ്രാഹ്മണ, ഞാൻ കശ്യപന് ദക്ഷപുത്രിയിൽ ജനിച്ചവനാണ്. ഗുണവാനായ ഒരു അതിഥിയായ അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് ആ പക്ഷി എന്ത് ചെയ്തു? പറയാം കപ്പലക്കാരൻ ആരാന്നുള്ളത് നോക്കി പറയാം. അങ്ങനെ ഇത്രയും പറഞ്ഞ് ആ പക്ഷി ശ്രേഷ്ഠൻ എന്ത് ചെയ്ത് നല്ല വ്യത്യസ്തമായ കുറച്ച് ഭക്ഷണമൊക്കെ ഈ ഗൗതമന് കൊടുത്തു. തൻ്റെ ചിറകുകൾ കൊണ്ട് ഇങ്ങനെ വീശി ഗൗതമന്. ഗഗശ്രേഷ്ഠൻ തയ്യാർ ചെയ്ത കിടക്കയിൽ ഒരു നല്ല എന്താ പറയുക ഇപ്പം മഹാഭാരതം പറയണോ അവരെ പറ്റി പറയണോ? എന്താ പറയണ്ടേ? നമ്മൾ എന്താ കേൾക്കാനിരിക്കണേ? ഇതല്ലേ കേൾക്കാനിരിക്കുക. അപ്പം ഇത് കേൾക്കും. ഇത് പറയാനാണ് ഞാൻ ഈ വോയിസ് റെസ്റ്റ് പറഞ്ഞെടുത്ത് എൻഡോസ്കോപ്പിയും ചെയ്ത് കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുന്നത്. ഇത് കേൾക്കും. അങ്ങനെ ഈ ഗഗശ്രേഷ്ഠൻ തയ്യാർ ചെയ്ത കിടക്കയിൽ സുഖമായി ഗൗതമൻ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഈ ഗഗരാജാവ്, അതായത് ഈ പക്ഷിരാജാവ്, ഗൗതമൻ എന്താ ഇവിടം വരെ വന്നത് എന്ന് ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ ഗൗതമൻ പറഞ്ഞു, പക്ഷിശ്രേഷ്ഠ, ഞാനൊരു ദരിദ്രനാണ്. ദ്രവ്യം നേടാൻ വേണ്ടി പുറപ്പെട്ടതാണ്. വഴി തെറ്റി ഞാനിങ്ങനെ ഭംഗിയുള്ള ഈ പൂന്തോട്ടത്തിലെത്തി. അങ്ങയുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ പക്ഷിശ്രേഷ്ഠൻ ഗൗതമനെ സമാധാനിപ്പിച്ചു. അങ്ങ് വിഷമിക്കേണ്ട, ധനലാഭം 4 വിധത്തിലുണ്ട്. പാരമ്പര്യം, ദൈവം, കാമ്യം, മൈത്രിയം. അങ്ങിപ്പോൾ എൻ്റെ സുഹൃത്തല്ലേ, അങ്ങേക്ക് ഇഷ്ടംപോലെ ധനം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങേക്കൊരു വഴി പറഞ്ഞുതരാം. ഇപ്പം സുഖമായി അങ്ങ് വിശ്രമിക്കും എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഗഗരാജാവ് ഗൗതമനോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, ഈ വഴിയെ 3 യോജന നടന്നാൽ രാക്ഷസ രാജാവായ വിരൂപാക്ഷന്റെ വീട്ടിലെത്താം. അവിടെ ചെന്ന് വിരൂപാക്ഷനെ കണ്ടാൽ അങ്ങേക്ക് എത്രത്തോളം പണം വേണോ അത്രത്തോളം പണം ലഭിക്കും. അവൻ എൻ്റെ ഇഷ്ടപ്പെട്ട സുഹൃത്താണ്. ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങ് വന്നത് എന്ന് അങ്ങ് പറയണം. ആരോട് പറയണം? വിരൂപാക്ഷനോട് പറയണം. ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയണം. അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരും. അതിൽ പിന്നെ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗൗതമൻ എന്ത് ചെയ്തു? പക്ഷിശ്രേഷ്ഠം പറഞ്ഞതനുസരിച്ച് നടന്ന് ഈ രാക്ഷസന്റെ വീട്ടിലെത്തി. അവിടെ നിന്നും വിരൂപാക്ഷൻ എന്ത് ചെയ്തു? തൻ്റെ സ്നേഹിതനായ കശ്യപൻ പറഞ്ഞയച്ച ബ്രാഹ്മണനാണ് ഈ ഗൗതമൻ എന്നറിഞ്ഞപ്പോൾ ഭൃത്യന്മാരെ വിട്ടിട്ട് ഗൗതമനെ നല്ല ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി എന്ത് ചെയ്തു? വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നേരെ അവിടെയുള്ള ധനം എല്ലാം, ധനസമൃദ്ധി കണ്ടപ്പോൾ ഗൗതമൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയോ, ഇത്രയും പണോ ഈ വീട്ടിൽ? എങ്കിലും രാക്ഷസ രാജാവും ഭൃത്യന്മാരും ആദരവോടുകൂടിയല്ലേ എന്നെ സൽക്കരിക്കുന്നത്. ഇത്രയും പണവും പ്രശസ്തിയുള്ള ഒരാൾ എത്ര സ്നേഹത്തോടെയാണ് എന്നെ സൽക്കരിക്കുന്നത്. അങ്ങനെ രാക്ഷസ രാജാവ് എന്ത് ചെയ്തു? ഗൗതമനോട് ചോദിച്ചു, അങ്ങയുടെ ഗോത്രം ഏതാണ്? ഈ രാക്ഷസൻ ചോദിക്കുകയാണ് ഗൗതമനോട്, അങ്ങയുടെ ഗോത്രം ഏതാണ്? കുലമേതാണ്? ഏത് ഗ്രാമത്തിൽ നിന്നാണ് ഇപ്പൊ വരുന്നത്? ഇത് കേട്ടപ്പം ഗൗതമൻ ഗോത്രം ചോദിച്ചപ്പം മിണ്ടാതിരുന്നു. രാക്ഷസ രാജാവ് വീണ്ടും ചോദിച്ചു, പറയൂ, ഏതാ ഗോത്രം? അത് പറയൂ എന്നിങ്ങനെ പറഞ്ഞപ്പം
ഗൗതമന് പറയേണ്ടി വന്നു ബ്രാഹ്മണനാണെന്ന്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മധ്യപ്രദേശത്ത് ജനിച്ചവനാണ്, ശഭാരലയത്തിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. ഒരു ശൂദ്ര സ്ത്രീയാണ് എൻ്റെ ഭാര്യ, ഒരു ബ്രാഹ്മണനാണ് ഞാൻ. പക്ഷേ എൻ്റെ ബ്രാഹ്മണ്യെല്ലാം ഞാൻ നശിപ്പിച്ചു. ഇത് കേട്ടപ്പം ഈ രാക്ഷസൻ വിചാരിക്കുകയാണ്, ഇവൻ ഏതായാലും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനാണ്, എൻ്റെ സ്നേഹിതനായ പക്ഷിരാജാവിൻ്റെ സ്നേഹിതനുമാണ്. പക്ഷിയാണല്ലോ ഇങ്ങോട്ടേക്ക് അയച്ചത്. അതുകൊണ്ട് എന്തായാലും ഇവൻ്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു കൊടുക്കണം. നാളെ കാർത്തികയാണ്. 1000 ബ്രാഹ്മണന്മാർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരും. കൂട്ടത്തിൽ ഇവനും ഭക്ഷണം കൊടുക്കണം. അതിനുശേഷം ഇവന് വേണ്ടത്ര ധനവും നൽകി ഇവനെ നല്ല രീതിയിലൊക്കെ സ്നേഹിച്ച് ഇവനെ നല്ല രീതിക്കൊക്കെ പറഞ്ഞു വിടണം. സ്വർണ്ണപാത്രത്തിലൊക്കെ ഇവന് ഭക്ഷണം കൊടുത്ത് ഇവനെ ആദരിക്കണം എന്നൊക്കെ ചിന്തിച്ച് ഈ രാക്ഷസൻ വിചാരിച്ച പോലെ തന്നെ എല്ലാം ചെയ്ത് യഥാവിധി ബ്രാഹ്മണനെ ആദരിച്ച് പൂജിച്ചു. അങ്ങനെ അടുത്ത ദിവസം എല്ലാം ചെയ്തതിന് ശേഷം, ബ്രാഹ്മണന്മാരെല്ലാം പോയതിന് ശേഷം, വിരൂപാക്ഷൻ എന്ത് ചെയ്ത്, ഗൗതമൻ എടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ളൊരു ഭാണ്ഡമങ്ങ് സമ്മാനിച്ചു. ഈ വിരൂപാക്ഷൻ എന്ന് പറയുന്ന രാക്ഷസൻ ആ ഭാണ്ഡത്തിൽ മുഴുവൻ രത്നങ്ങളും മുത്തുകളും സ്വർണങ്ങളും ഒക്കെ ആണെന്ന് കണ്ടപ്പോൾ ഗൗതമന് ഭയങ്കര സന്തോഷമായി. ഗൗതമൻ എന്ത് ചെയ്തു, എടുത്തങ്ങ് തോളിലിട്ടു ഈ ഭാണ്ഡം. അതും പൊക്കി നടന്ന് ക്ഷീണിച്ച് മുൻപ് വിശ്രമിച്ച അതേ മരത്തിൻ്റെ ചോട്ടിൽ ഈ ഗൗതമൻ എത്തി. അവിടെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ പക്ഷിരാജാവ് വീണ്ടും വന്ന് ചിറകുകൊണ്ട് വീശിക്കൊടുത്തു. ക്ഷീണമൊക്കെ മാറി നല്ല ഉത്സാഹത്തോടു കൂടി ഗൗതമൻ എഴുന്നേറ്റ് സ്വയം ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ഞാൻ ഈ വലിയ ചുമടും എടുത്തുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് ഇനി ഒരുപാട് ദൂരം പോകണം. രത്നങ്ങളും സ്വർണവും ഒക്കെ ഉണ്ടെങ്കിലും വിശക്കുമ്പോൾ അത് കഴിക്കാൻ പറ്റൂലല്ലോ. പ്രാണാധാരണം ചെയ്യാൻ എന്തെങ്കിലും വഴിയില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അതായത് ജീവൻ നിലനിർത്താൻ വല്ലതും തിന്നാനില്ലെങ്കിൽ ഈ സ്വർണവും ഈ പണവും ഒന്നും തിന്നാൻ പറ്റൂലല്ലോ, ഞാൻ പെട്ടുപോകും. ഇതാലോചിച്ച് അതിനൊരു വഴിയും കാണുന്നില്ല. അവസാനം ഈ പക്ഷിയെ കൊന്നു തിന്നാമെന്ന് ഗൗതമൻ ഉറപ്പിച്ചു. ഗഗരാജാവ് ഗൗതമന് വേണ്ടി അഗ്നി ഇങ്ങനെ ജ്വലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗൗതമൻ തണുത്ത് വിറച്ചിരിക്കുകയാണ്. അപ്പം ചൂട് കിട്ടാൻ വേണ്ടി ഈ പക്ഷി കുറച്ച് തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഗൗതമൻ ആ അഗ്നിയുടെ ആ തീജ്വാലയുടെ ഒരു സൈഡിലാണ് കിടന്നുറങ്ങിയത്. മറ്റേ സൈഡിൽ ഈ പക്ഷിയും കിടന്നുറങ്ങുന്നുണ്ട്. ഗൗതമൻ രാത്രി എഴുന്നേറ്റ് ആ ഒരു പക്ഷിയെ, ഒരു മനസാക്ഷിയില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന പക്ഷിയെ പിടിച്ച് ആ തീയിലേക്കിട്ടു. തീയിൽ കിടന്ന് ചത്തുപോയ ആ പക്ഷിയുടെ മാംസവും എടുത്ത് ഗൗതമൻ നടക്കാൻ തുടങ്ങി. യാതൊരു സംശയവും ഇല്ലാതെ, ഒരു പ്രായശ്ചിത്തവും തോന്നാതെ, ഒരു മനസാക്ഷിയില്ലാതെ പോവാ. പിറ്റേ ദിവസം വിരൂപാക്ഷൻ മോനോട് പറയാണ്, മോനെ, ഇന്ന് രാജധർമ്മ ഗജേന്ദ്രനെ കണ്ടില്ലല്ലോ. ബ്രഹ്മസേവയ്ക്ക് വേണ്ടി പോയപ്പോൾ എന്നെ കാണാതെ വീട്ടിൽ പോവില്ലല്ലോ. എൻ്റെ മനസ്സിലെന്തോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവന് വല്ല ആപത്തും സംഭവിച്ചിട്ടുണ്ടാവോ? നീ പോയി ഒന്ന് അന്വേഷിച്ചു വാന്നു പറഞ്ഞു. ആ ദ്വിജാധമൻ ഇവിടെ നിന്ന് സമ്മാനങ്ങളൊക്കെ വാങ്ങിയാണ് പോയത് എന്ന് പറഞ്ഞു. അവനൊരു ദുർബുദ്ധിയാണ്. ദസ്വിഗ്രഹത്തിൽ പാർത്ത് ദുരാചാര സ്വഭാവമുള്ള അവൻ വല്ല ആപത്തും വരുത്തി വെച്ചിട്ടുണ്ടാവോ? മോനെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് നേരെ ഈ രാജപുത്രൻ, രാജാവിൻ്റെ മകൻ, രാക്ഷസന്മാരോടുകൂടി ആ മരത്തിൻ്റെ ചോട്ടിൽ ചെന്നപ്പോൾ രാജധർമ്മനെ കാണുന്നില്ല. അത് മാത്രമല്ല, അവൻ്റെ തൂവലും അസ്ഥിയൊക്കെ അവിടെയും ഇവിടെയൊക്കെ കിടക്കുക. മടങ്ങി വന്ന് വിവരം പറഞ്ഞപ്പോൾ വിരൂപാക്ഷൻ ഉടനെ രാക്ഷസന്മാരെ അങ്ങ് വിട്ടു. ഗൗതമനെ പിടിച്ചുകൊണ്ടുപോകാന്ന് പറഞ്ഞു. വിരൂപാക്ഷന് മനസ്സിലായി സുഹൃത്തിനെ കൊന്നെന്ന്. രാജകിങ്കരന്മാർ ഉടനെ പോയിട്ട് വിരൂപാക്ഷൻ പറഞ്ഞത് കേട്ട് പോയിട്ട് ഭാണ്ഡവും പേറി നടക്കുന്ന ഗൗതമനെ കാട്ടിൽ വെച്ച് കണ്ടു. ആ നിശാചരന്മാർ അസ്ഥിയും കാലും ചിറകും പോയ
ആ പാവം പക്ഷിയുടെ ശരീരവും കണ്ടെത്തി. അവരെന്ത് ചെയ്ത് ഗൗതമനെ രാജാവ് പറഞ്ഞതനുസരിച്ച്, ഈ രാക്ഷസൻ പറഞ്ഞതനുസരിച്ച് രാജധർമ്മൻ്റെ ശരീരത്തോടു കൂടി രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. രാജധർമ്മൻ വിരൂപാക്ഷൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നല്ലോ. രാജധർമ്മൻ്റെ വെന്ത ശരീരം ഈ ഗൗതമൻ്റെ കയ്യിലുണ്ട്. അതും കൊണ്ടുവന്നു. രാജധർമ്മൻ്റെ ശവം കണ്ടപ്പം വിരൂപാക്ഷൻ്റെയും വിരൂപാക്ഷൻ്റെ കൂട്ടുകാരുടെയൊക്കെ മനസ്സങ്ങോട്ട് പെടഞ്ഞുപോയി. ഉടനെ ദേഷ്യത്തോടു കൂടി വിരൂപാക്ഷൻ പറഞ്ഞു, കൊന്നുകളയ ഇവനെ എന്ന് പറഞ്ഞു. വിരൂപാക്ഷൻ്റെ മോനോട് പറഞ്ഞു, മോനെ കൊന്നുകളയടാ ഇവനെ എന്ന് പറഞ്ഞു. ഇവൻ്റെ മാംസം തിന്ന് എല്ലാവരും സന്തോഷിക്കട്ടെ. എൻ്റെ പാവം സുഹൃത്ത് പറഞ്ഞിട്ടാടാ ഇവനെ ഇവിടെ വരുത്തിയത്. ഇവന് ഞാൻ സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കൊടുത്തതും സ്വത്തും പണവും കൊടുത്തതും. പാവം എൻ്റെ കൂട്ടുകാരനെ ഇവൻ കൊന്നുകളഞ്ഞില്ലടാന്ന് പറഞ്ഞു. പക്ഷേ പാപാചരനും കൃതജ്ഞനും പുരുഷാധമനും പാപാത്മവുമായ അവൻ്റെ മാംസം ഞങ്ങൾ തിന്നൂല എന്ന് രാക്ഷസന്മാർ പറഞ്ഞു. വിരൂപാക്ഷനോട് പറഞ്ഞു, രാജാവേ, ഇവൻ പാപിയാണ്, നമ്മൾ രാക്ഷസന്മാരാണ്, ഇവൻ പാപിയാണ് ഈ ഗൗതമൻ, ഇവൻ്റെ ശരീരം പോലും ഞങ്ങൾ തിന്നൂല എന്ന് പറഞ്ഞു. കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കിയ ഗൗതമൻ്റെ ശവശരീരം പക്ഷികൾക്കും ദസ്യുക്കൾക്കും കൊടുത്തപ്പോൾ അവർ പോലും ആ പാപിയുടെ ശവം തിന്നാൻ ഇഷ്ടപ്പെട്ടില്ല. കൃതജ്ഞർമാർ എന്ന് പറഞ്ഞാൽ അത്രയും നീചന്മാരാണ്. നന്ദി കെട്ട ജന്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നീചന്മാരാണ്. ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് അതിന് നന്ദിയില്ലാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരം പോലും ഈ കഴുകൻ പോലും ഭക്ഷിക്കില്ല. അത്രയും നീചന്മാരാണെന്ന് പറഞ്ഞു. ബ്രഹ്മജ്ഞേ ച സുരാഭേ ച ചൗരേ ഭഗ്നവ്രതേ തഥാ നിഷ്കൃതിർവിഹിതാ രാജൻ കൃതജ്ഞേ നാസ്തി നിഷ്കൃതി. ബ്രഹ്മഹത്യ ചെയ്യുന്നവൻ, മദ്യപാനം ചെയ്യുന്നവൻ, കളവ് ചെയ്യുന്നവൻ, വ്രതഭംഗം ചെയ്യുന്നവൻ, ഇവർക്കൊക്കെ പ്രായശ്ചിത്തമുണ്ട്. ബ്രഹ്മഹത്യ ചെയ്തവന് പ്രായശ്ചിത്തമുണ്ട്, മദ്യപിക്കുന്നവന് പ്രായശ്ചിത്തമുണ്ട്, കളവ് ചെയ്താൽ പ്രായശ്ചിത്തമുണ്ട്, വ്രതഭംഗം വരുത്തിയാൽ പ്രായശ്ചിത്തമുണ്ട്. ഉപകാരം ചെയ്തവനെ ദ്രോഹിക്കുന്ന നന്ദി കെട്ടവന് ഒരു പ്രായശ്ചിത്തവും ഇല്ല. അവൻ്റെ മാംസം കൂടെ ഭക്ഷിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് വാസ്തവം. കഴുകന്മാർ പോലും ഉപകാരം ചെയ്തവനെ നിന്ദിക്കുന്നവൻ്റെ മാംസം പോലും ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആ രാക്ഷസ രാജാവ് എന്ത് ചെയ്തു? സ്നേഹിതനായ പക്ഷിരാജൻ്റെ ശവശരീരം എടുത്ത് കണ്ണീരോടുകൂടി രാജാക്കന്മാർക്കുചിതമായ രീതിയിൽ ദഹിപ്പിച്ചു. ഉടനെ സുരഭീദേവിയായ ദക്ഷപുത്രി ആകാശത്തിൽ നിന്ന് വന്നിട്ട് ആ ചിതയിൽ അങ്ങ് അമൃത് വർഷിച്ചു. ആ പക്ഷിരാജൻ്റെ ചിതയിൽ അമൃത് വർഷിച്ചു. ഉടനെ ഗഗരാജാവ് ജീവിച്ച് എഴുന്നേറ്റ് രാക്ഷസ രാജാവിനെ അങ്ങ് അഭിവാദ്യം ചെയ്തു. ആ പക്ഷി അമൃത് വർഷിച്ചപ്പോഴത്തേക്കും ആ ചിതയിൽ നിന്ന് ആ പക്ഷി ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ഈ രാക്ഷസനെ അങ്ങ് അഭിവാദ്യം ചെയ്തു. ഉടനെ ദേവേന്ദ്രനും എല്ലാവരും അവിടെ വന്ന് ഗഗരാജാവിനെ ജീവിപ്പിച്ചതിൽ എല്ലാവരും രാക്ഷസനെ എല്ലാവരും വന്നിട്ട് ഈ രാക്ഷസനെ എല്ലാവരും സന്തോഷത്തോടു കൂടി അഭിസംബോധന ചെയ്തു. ആരെ? വിരൂപാക്ഷനെ. വിരൂപാക്ഷൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ട് വളരെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ ശാപം കൊണ്ടാണ് ഗഗരാജാവിൻ്റെ മരണമുണ്ടായതെന്നുള്ള കഥയും പറഞ്ഞു കൊടുത്തു. മതി. പണ്ട് ഒരിക്കല് ഈ ഗഗരാജാവ് എങ്ങനെയാ മരിച്ചത്? അതിനൊരു കഥയുണ്ട്. പണ്ടൊരിക്കല് ഗഗരാജാവ് പതിവ് തെറ്റിച്ച് ബ്രഹ്മാവിനെ കാണാൻ വന്നില്ല. ഗഗരാജാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ. കാണാൻ വന്നില്ല, എന്നും വരുന്നതാണ്. ഉടനെ ബ്രഹ്മദേവന് ഭയങ്കര വിഷമായി. കാരണം ബ്രഹ്മദേവന്റെ രാജ്യസഭയിൽ ഒരു പ്രമുഖ സ്ഥാനമാണ് ഈ പക്ഷിരാജന്. അപ്പോൾ ബ്രഹ്മദേവന് ഭയങ്കര വിഷമമായി. എന്നെ അവഗണിച്ചിട്ട് എൻ്റെ സഭയിൽ വരാതിരിക്കുന്നത് കൊണ്ട് പക്ഷിരാജൻ ഉടനെ നിനക്ക് മൃത്യു വരുന്നു പറഞ്ഞു. അങ്ങനെ ഈ രാജധർമ്മനെ, ഈ പക്ഷിരാജനെ ബ്രഹ്മദേവൻ ശപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പക്ഷിരാജന് ഒരു മൃത്യു സംഭവിച്ചത്. പക്ഷേ സുരഭീദേവി വന്ന് അമൃത് വർഷിച്ചപ്പോൾ ഈ പക്ഷിരാജന് ഉയർത്തെഴുന്നേറ്റു. അതായത് ശാപമോക്ഷം ലഭിച്ചു.
ആ കഥ ദേവേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പം എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഓ, അങ്ങനെയുണ്ട് ഒരു കഥ എന്ന്. ഉടനെ ഗഗരാജാവ് എന്ത് ചെയ്തു? ഈ പക്ഷിരാജാണ് ഗഗരാജാവ്. ഗഗരാജാവ് എന്ത് ചെയ്തു? ഇന്ദ്രന്റെ മുമ്പിൽ പോയി. ഇന്ദ്രനാണല്ലോ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ദ്രന്റെ മുമ്പിൽ കൊണ്ടുപോയി തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചു, സുരേശ്വര, എന്താണ്? സുരേശ്വര, അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൂട്ടുകാരനായ ഗൗതമനെയും ജീവിപ്പിക്കണേ എന്ന് പറഞ്ഞു. പക്ഷിരാജൻ പറഞ്ഞു, എന്നെ കൊന്ന എൻ്റെ കൂട്ടുകാരൻ ഗൗതമൻ, ആ ബ്രാഹ്മണൻ, അവനെയും കൂടെ അങ്ങ് ജീവിപ്പിക്കണേ. അത് കേട്ടപ്പം വാസവൻ എന്ത് ചെയ്ത്? അമൃത് വർഷിച്ചിട്ട് ഈ ഗൗതമനെയും ജീവിപ്പിച്ചു. ഗഗരാജാവ് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഹോ ഭാഗ്യം, എൻ്റെ സുഹൃത്തായ ഗൗതമനും ജീവിച്ചു എന്നും പറഞ്ഞ് ഗൗതമനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. പിന്നീട് എല്ലാവരും സൂപ്പർ സൂപ്പർ സുജാത മാതാജി, എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോയി. രാജധർമ്മൻ എന്ത് ചെയ്തു? നേരെ ബ്രഹ്മസദസ്സിലേക്ക് പോയി. ആര്? നമ്മുടെ ഈ പക്ഷിരാജാവ്. ഗൗതമൻ എന്ത് ചെയ്തു? കിട്ടിയ പൈസയൊക്കെ ആയിട്ട് നേരെ ശഭാരലാലയത്തിലേക്ക് പോയി. ദേവഗണങ്ങൾ എന്ത് ചെയ്തു? സ്നേഹത്തോടെ നന്ദിയോടെ എന്ത് ചെയ്തു? നേരെ മഹാനഗരം പൂകട്ടെ എന്നും പറഞ്ഞ് കൃതജ്ഞന്മാർ, നന്ദിയില്ലാത്തവരൊക്കെ മഹാനരകം പൂകട്ടെ എന്നും പറഞ്ഞ് ശാപം വിട്ടു. പിന്നീട് എല്ലാവരും നിന്ദിതനായി ദയനീയമായ ജീവിതം ജീവിക്കേണ്ടി വന്നു. ഭീഷ്മര് പറയാണ്, ധർമ്മപുത്ര, ഈ കഥ എന്നോട് പറഞ്ഞത് നാരദമുനിയാണ്. കൃതജ്ഞന് ഒരിടത്തും രക്ഷയില്ല എന്ന് മനസ്സിലായില്ലേ? നന്ദി കെട്ടവർക്ക് എവിടെയും സ്ഥാനമില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഒരിക്കലും നന്ദി കെട്ടവരെ വിശ്വസിക്കരുത്. നാണം കെട്ട പാപിയായ നന്ദി കെട്ടവന്മാരെ എപ്പോഴും ബുദ്ധിയുള്ളവരെ അകറ്റി നിർത്തണം. നന്ദിയില്ലാത്തവരെ വിശ്വസിക്കാനേ പാടില്ല, അവരെ അകറ്റി നിർത്തണം. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ നേരെ കൈ ചൂണ്ടരുത്. സൂപ്പർ സൂപ്പർ വിജി മാതാജി, കൈ ചൂണ്ടരുത്. നന്ദിയോടെ നമ്മൾ അവരെ സ്മരിക്കണം. നന്ദിയില്ലാത്തവരെ നമ്മൾ അകറ്റി നിർത്തണം. അവരെ വീട്ടിൽ പോലും കയറ്റാൻ പാടില്ല. അങ്ങനെയില്ല, നന്ദിയില്ലാത്തവരെ സുഹൃത്തുക്കളായി കൂടെ വെക്കരുത്. അതുകൊണ്ട് എന്താണ്, അങ്ങനെ അകറ്റി നിർത്തിയാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം പോലും ഉണ്ടാവില്ല. എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും നന്ദിയില്ലാത്തവരെ അകറ്റി നിർത്തിയാൽ. അങ്ങനെ ഭീഷ്മർ പറഞ്ഞതൊക്കെ കേട്ടപ്പം നല്ല സന്തോഷത്തോടെ ഇരുന്ന പാണ്ഡവന്മാര് പിന്നീട് പിതാമഹനോട് ചോദിച്ചത് മോക്ഷധർമ്മത്തെ പറ്റിയാണ്. എന്താണ് മോക്ഷധർമ്മം എന്ന് ചോദിച്ചു. രാജധർമ്മങ്ങളെയും ആഭധർമ്മങ്ങളെയും പറ്റിയുള്ള ഉപദേശങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ധർമ്മപുത്രര് മോക്ഷധർമ്മത്തെ പറ്റി ചോദിച്ചത്. അപ്പൊ ധർമ്മപുത്രര് പറഞ്ഞു കൊടുക്കുകയാണ്, പിതാമഹ, ലോകത്തിൽ ധനം നഷ്ടപ്പെടുകയും ബന്ധുജനങ്ങൾ മരിക്കുകയും ചെയ്താൽ ആ ദുഃഖം മാറാൻ എന്ത് ചെയ്യണം? നല്ല ചോദ്യം അല്ലേ? എന്താണ് ചോദ്യം? ധർമ്മപുത്രര് ചോദിക്കുകയാണ്, ഭീഷ്മ പിതാമഹ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടാൽ, ഇല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ ആ വിഷമം മാറാൻ എന്താ ചെയ്യേണ്ടത്? പിതാമഹൻ പറയാണ്, അങ്ങനെ അച്ഛനോ ഭാര്യയോ മകനോ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയാൽ ആ സങ്കടം തീർക്കാൻ ഒരുവൻ ബുദ്ധിയോടെ ചിന്തിക്കണം. നല്ല ബുദ്ധി വെച്ച് ചിന്തിച്ചിട്ട് സ്വയം പരിശ്രമിക്കണം. മരിച്ചു പോയ വ്യക്തി തിരിച്ചു വരില്ല. നാളെ ആ വ്യക്തി പോയ അതേ വഴിയിലൂടെ ഞാനും പോണം. അല്ലാതെ അവർ പോയെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പണ്ട് പുത്രമരണം കൊണ്ട് ദുഃഖിച്ചു കരയുന്ന, അതായത് സ്വന്തം മകനൊക്കെ മരിച്ചാൽ ആ വിഷമം സഹിക്കാതെ കരയുന്ന പ്രസേനജിത്തൻ എന്ന രാജാവിനോട് അദ്ദേഹത്തിൻ്റെ, പ്രസേനജിത്തൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണ്, ദുഃഖിച്ചിരിക്കുകയാണ്, കാരണം അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുപോയി. അപ്പൊ ആ വ്യക്തിയോട്, പ്രസേനജിത്തൻ എന്ന് പറയുന്ന രാജാവിനോട് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു ബ്രാഹ്മണൻ ഒരു കാര്യം ഉപദേശിച്ചിരുന്നു. എന്താണെന്നറിയോ? അല്ലയോ രാജാവേ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? ഈ ലോകത്ത് മരിക്കാത്തവരായിട്ട് ആരുണ്ട്? എല്ലാവരും മരിച്ചു പോവും അല്ലേ? അങ്ങും ഞാനും എല്ലാവരും വന്ന വഴിക്ക് മടങ്ങേണ്ട ആൾക്കാരാണ്. ഇവിടെ ഒരു ആത്മാവും അവനവൻ്റെ
എന്താ പറയുക, കാലം തികച്ചു കഴിഞ്ഞാൽ ജീവിക്കില്ല, അവർ പോകും. അവരവരുടെ കർമ്മഫലം അനുഭവിക്കാനാണ് ഇവിടെ വരുന്നത്. അവർ കൂട്ടിമുട്ടുന്നത് പുഴയിൽ ഇങ്ങനെ ഒഴുകി വരുന്ന മരങ്ങളെ പോലെയാണ്. പുഴയിൽ ഇങ്ങനെ 2-3 മരങ്ങളൊക്കെ ഒഴുകി വരും, തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടും. അതേപോലെ കുറച്ച് കഴിയുമ്പോൾ ആ മരങ്ങളെല്ലാം വ്യത്യസ്ത വഴികളിലേക്ക് പോകും. അതേപോലെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വരുന്ന ജീവാത്മാക്കൾ ഭൂമി എന്ന് പറയുന്ന ഈ ലോകത്ത് അച്ഛനായും മകളായും മകനായും സുഹൃത്തായും കുടുംബങ്ങളായും ബന്ധുമിത്രാദികളായിട്ടും കൂട്ടിമുട്ടും. കുറച്ച് കഴിയുമ്പോഴോ പരസ്പരം പോകും, മരിച്ചു പോകും. അതിനിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട. യഥാകാഷ്ടം ചകാഷ്ടം സമായേതാം മഹാദൗദേ സമേത്യാച വ്യാപതേയാതാം തത്വബോധ സമാഗമ എന്നാ പറയുന്നത്. ഒരു വഴിയമ്പലത്തിൽ, അതായത് വഴിയമ്പലം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന സമയത്ത് തങ്ങാൻ ലഭിക്കുന്ന സ്ഥലം, അവിടെ കുറേ യാത്രക്കാർ ഒരുമിച്ച് കൂടും. രാവിലെ ആയിക്കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും. അതുപോലെയാണ് നമ്മൾ ഈ ഭൂമിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞു പോകുന്നതും. അതിനിടയിൽ പല പല ബന്ധങ്ങളും നമ്മളായിട്ട് കൽപ്പിച്ചുണ്ടാക്കിയതാണ്. അതിന് ദുഃഖിക്കേണ്ട കാര്യം എന്താണ്? നിന്റെ മകനും നീയും തമ്മിൽ ഇവിടെ വരുന്നതിന് മുൻപ് ഒരു ബന്ധം ഉണ്ടായില്ല. നിന്റെ മകൻ ഇവിടെ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇവിടുന്ന് പോയാൽ പിന്നെ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? അതും ഇല്ല. പിന്നെ ആ ഇടയ്ക്കിട്ട സമയം കുറച്ച് കാലം ഇങ്ങനെ കാണുന്നതിന് എന്തിനാ ഈ ബന്ധങ്ങളുടെ പേരിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതൊന്നും ശരിയില്ലേ? സമാധാനമായിട്ടിരിക്കൂ, അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ബന്ധങ്ങളാണ് അച്ഛൻ, അമ്മ, മകൾ, സുഹൃത്ത്, ഭാര്യ, ഭർത്താവ് എന്നൊക്കെ പറയണത്. ഇതൊക്കെ അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകൂ, മനസ്സിനെ സമാധാനിപ്പിക്കൂ. പിന്നെ ഈ ദുഃഖത്തിനും സുഖത്തിനൊന്നും ഒരു കാര്യമില്ല. ദുഃഖത്തിന്റെ ശേഷം സുഖവും, സുഖത്തിന് ശേഷം ദുഃഖവും വരും. സുഖാസ്യാനന്തരം ദുഃഖം, ദുഃഖാസ്യാനന്തരം സുഖം, സുഖ ദുഃഖേ മനുഷ്യാണാം ചക്രവത് പരിവർത്തത എന്ന് പറഞ്ഞാൽ, സുഖം വന്നാൽ ദുഃഖം, ദുഃഖം വന്നാൽ സുഖം. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കണേ? അതുകൊണ്ട് വരാൻ പോകുന്ന സുഖത്തെ പറ്റി ആലോചിച്ചിട്ട് ഇപ്പോൾ ഉള്ള ദുഃഖത്തെ അങ്ങ് നിയന്ത്രിക്കൂ. ഇപ്പം ദുഃഖമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സുഖം വരും. നിയന്ത്രിക്കൂ, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞു. ദുഃഖത്തെ ആലോചിച്ച് സുഖത്തിൽ സന്തോഷിക്കാതിരിക്കുക. ചക്രം തിരിയുന്നത് പോലെ രണ്ടും മാറി മാറി വരും. എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ കുടുംബം, ഈ ഒരു ആസക്തി കൊണ്ടാണ് മനുഷ്യൻ ഈ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഉണ്ടാകുന്നത് സ്വന്തം മനസ്സാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ഛൻ നോക്കൂ, അമ്മ നോക്കൂ, ഭാര്യ നോക്കൂ, ഭർത്താവ് നോക്കൂ, മകൻ നോക്കൂ. ഈ കയ്യെ ഈ തലയ്ക്ക് വെക്കാൻ കിട്ടൂ. എത്ര നേരം പ്രസവിച്ച അമ്മയായാലും നമ്മളെ മടിയിൽ കിടത്തും. ഒരു പരിധി കഴിഞ്ഞാൽ ജന്മം നൽകിയ അമ്മയ്ക്ക് പോലും നമ്മൾ വെറുക്കപ്പെട്ടവരാവും, ഒരു സംശയവും ഇല്ല. ഒരു നിമിഷമെങ്കിലും ജന്മം നൽകിയ അമ്മ നമ്മളെ വെറുത്ത് സംസാരിക്കും. ആ അമ്മയേക്കാൾ വലിയ മഹത്തരമായ ബന്ധം ഈ ലോകത്ത് എന്താ ഉള്ളത് അല്ലേ? പിന്നെ എന്തിനാ നമ്മൾ ഈ ലോകത്ത് കിടന്നിട്ട് ഇങ്ങനെ ആർത്തുല്ലസിക്കുന്നത്? നമുക്ക് തുണ ഭഗവാൻ മാത്രം. ഒരു പരിധി കഴിഞ്ഞാൽ വിരട്ടിയതല്ല, ഭഗവാൻ വെച്ച് പാലിരിക്കണ്ടേ, അടുത്ത് കുടിച്ചോളാൻ പറഞ്ഞാണ്. എൻ്റെ ഇന്നറിയാം, ആ പാല് ഞാൻ കാണാതെ ഫ്രിഡ്ജിൻ്റെ അകത്തുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് കളയും. എന്നിട്ട് പറയും ഞാൻ കുടിച്ചു എന്ന് പറയും. ആ പാല് കളയാൻ പാടില്ല, എടുത്ത് കുടിക്കാൻ പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഓടി. ക്ഷീണമൊക്കെ മാറും, ഒരു ഹെൽത്തി ആയിരിക്കും. നാടൻ പശുവിൻ്റെ പാലല്ലേ, വെള്ളം ചേർക്കാത്ത പാലല്ലേ ഭഗവാന് വെക്കുന്നത്, കളയാൻ പാടില്ല. അതിന് ഓടിച്ചു വിട്ടതാണ്. രാത്രി ആയാൽ പറയും, ഓ എനിക്കിപ്പോൾ വേണ്ട, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയും. ഞാൻ രാവിലെ കുടിക്കും. രാവിലെ ആയിക്കഴിഞ്ഞാൽ പറയും, ഓ തൈര് ഒഴിക്കാം. അവസാനം തൈരും ആവൂല, മോരും ആവൂല, പാലും ഇല്ല, ഒന്നും ഇല്ലാത്ത പോലെ. ഒന്ന് ഓടിച്ചു വിട്ടാൽ ഓടിപ്പോയി പാൽ കുടിച്ചോളൂ. ആ കുടിക്കട്ടെ. കുറേ വർഷം തെരുവിൽ കിടന്ന് ഹെൽത്തി അല്ലാത്ത ഫുഡൊക്കെ കഴിച്ച് ഒന്നും അല്ലാണ്ടായിപ്പോയത്. അപ്പോൾ നമ്മളെ ആരായാലും വെറുക്കും. നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് തളർന്നു കിടന്ന് യൂറിനും മോഷനും ഒക്കെ ഒരു ബെഡിൽ പോയാൽ മതി. നമ്മൾ ജന്മം നൽകിയ മക്കൾ പോലും നമ്മൾ മരിച്ചാൽ മതിയെന്ന്, ഞാൻ പാൽ കുടിക്കില്ല,
എനിക്കതിൻ്റെ മണം കേട്ടാൽ തന്നെ ഒരു മാതിരി. അപ്പോൾ നമ്മൾ മരിച്ചാൽ മതിയെന്ന് അവർ ചിന്തിക്കും. മനസ്സിലായില്ല? ദിവ്യയുടെ അമ്മ ഉണ്ടാവുമ്പോൾ അമ്മയെ കൊണ്ട് കുടിപ്പിക്കായിരുന്നു. അത് പോയി. പാവമായിരുന്നു കേട്ടോ അവർ. ഇങ്ങനെ ആലോചിച്ച് ഈ ചെയറിലിരിക്കും, ഇങ്ങനെ ഇരിക്കും, സങ്കടം തോന്നും. അമ്മ പോയേ പിന്നെ ഈ ചെയർ ഇങ്ങനെ കിടക്കുക അനാഥമായിട്ട്. കണ്ടോ? അമ്മയുണ്ടെങ്കിൽ അതൊരു സുഖ. അമ്മ അങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് അമ്മയുടെ പൈനാപ്പിൾ കിച്ചടിയും കപ്പ വറുത്തതും സാമ്പാറും മുരിങ്ങയില എരിശ്ശേരിയും, എന്ത് ടേസ്റ്റ് അറിയാം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ. പാവമ്മ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് ആ നെഞ്ച് പെടഞ്ഞ് കഴിയുന്നത്. സങ്കടം തോന്നും. ഒരു മാസം അതുണ്ടായത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് അമ്മയെ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. പല സ്ഥലങ്ങളിലും അമ്മയെ കൊണ്ടുപോകണമായിരുന്നു എന്നൊരു തോന്നൽ. പക്ഷെ വല്ലാത്തൊരു സ്ട്രെസ്സ് പിടിച്ച സമയത്തിലൂടെയാണ് കടന്നു പോയത്. ഒന്ന് വയ്യായിക, അപ്പം ചൂട്, അങ്ങനെ പാവം. ഇന്ന് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു. പിന്നെ വിളിക്കാൻ പറ്റിയില്ല. അമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കും. എനിക്ക് ദിവ്യനെയും മക്കളെയും പോലും അത്രയും മിസ് ചെയ്യുന്നില്ല. അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു. അമ്മ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെയൊക്കെ എഴുന്നേൽപ്പിക്കും. ദിവ്യനെ എഴുന്നേൽപ്പിക്കും, എന്നെ എഴുന്നേൽപ്പിക്കും. ദിവ്യൊക്കെ വന്നേ പിന്നെ ഞാൻ എന്താ പറയുക, ഉറക്കത്തിൻ്റെ അങ്ങോ തലക്കലോട്ടായി. എൻ്റെ അമ്മയോ നല്ല ആള്. അമറിനോടൊന്ന് പോയി ചോദിക്കാൻ പറഞ്ഞാൽ മതി. ഒരമണിക്കൂർ നേരത്തേക്ക് തറവാട്ട് പോയിരുന്നാൽ പറയുന്നത്, അയ്യോ സോമേട്ടൻ വരും, അവിടെ രാജു ഭക്ഷണം കഴിക്കാൻ വരും, നിമിഷ ജോലിക്ക് പോയിരിക്കുക, മോൻ വരും, സഞ്ജു വരും, വിനോദറ്റ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ അവിടെ ഞാനില്ലേ, ബുദ്ധിമുട്ടാ. ലക്ഷ്മി ഉണ്ട്, അവള് ചോദിക്കും അമ്മമ്മ എവിടെയെന്ന്. കുട്ടിയേറ്റം മറ്റേ അമ്പലത്തിൽ പോയിട്ട് നേരം വൈകാതായവരാരും ശ്രദ്ധിക്കൂല. മീനാക്ഷി സ്കൂള് വിട്ട് വരാനുണ്ട്. 1008 10,008 എന്താ പറയുക, ലക്ഷോപലക്ഷം കമ്മിറ്റ്മെന്റ്സാ. രമോ വരെയല്ല. അമ്മ എന്നും അമ്മയാണ്. അമ്മയില്ലാത്ത വീടെന്ന് പറഞ്ഞാൽ അത് വേസ്റ്റാ. അതാണ് അമ്മ, സത്യം. ആ കമ്മിറ്റ്മെൻറ്റുകളെല്ലാം എടുത്ത് തലയിൽ വെക്കുന്ന ഒരാളാണ് അമ്മ. മാങ്ങ വിൽക്കാനില്ല, മാങ്ങ ഞങ്ങൾ പറിച്ചിട്ട് ഇന്നും അച്ചാറിട്ടിട്ടുണ്ട് ഞങ്ങൾ പറിച്ചിട്ട്. അമ്മ എന്ന് പറയുന്നത് അതൊരു സൗഭാഗ്യമാണ്. അത് ആരുടെ അമ്മയായാലും ശരി കേട്ടോ. നമ്മുടെ കൂടെ അവരുണ്ടാകുമ്പം ഒന്നുമില്ല. അങ്ങനെ എന്താ പറയുക, ദിവ്യയുടെ അമ്മ ഉണ്ടാകുമ്പം അമ്മേ സോപ്പ് പൊടി ഒന്ന് എടുത്തു കൊടുക്കും അമ്മേ. വന്നിട്ട് പറയും അമ്മൂസേ തുണി കഴുകാനുണ്ട്, അമ്മ സോപ്പ് പൊടി ഇട്ട് കൊടുക്കട്ടെ ബിന്ദു അമ്മയ്ക്ക്. ഞാൻ പറഞ്ഞ അമ്മൂസേ പാല് വാങ്ങണം. അങ്ങനെ സുജാത മാതാജി വന്നപ്പോൾ കണ്ട എൻ്റെ അമ്മയല്ലേ, അതൊരു ഓൾ ഇൻ ഓൾ റൗണ്ടറാണ്. ഓട്ടാണ് അവിടെ കിടന്നിട്ട്. പക്ഷെ എൻ്റെ അമ്മയുടെ അനിയത്തിയിട്ട് ഞാൻ എന്നും അടിയാണ്, എപ്പോഴും അടിയാണ്. ഗുരുവായൂർ വന്നപ്പോഴും ഞങ്ങൾ അടി കൂടി. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. പക്ഷെ അടുത്ത സെക്കൻഡ് ഞങ്ങൾ ശരിയാവും ചെയ്യും. ഭയങ്കര അടി കൂടും ഞാനും എൻ്റെ ആൻറ്റിയും തമ്മിൽ. പക്ഷെ വീണ്ടും ശരിയാവും, വീണ്ടും അടി കൂടും, വീണ്ടും റെഡിയാവും. അങ്ങനെയാണ്. എൻ്റെ അമ്മയാണ് ഇടയ്ക്ക് കയറി വരിക. വേറെ ജോലിയൊന്നുമില്ല, അവൾ എന്തെങ്കിലും പറഞ്ഞ് നോർത്ത് നിൻ്റെ വായ വെറുതെ ഇരിക്കില്ല, നീ എന്തിനാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അവളോട് വഴക്കിടണമെന്ന് വയ്ക്കും. പിന്നെയും ഞാൻ ചൊല്ലും ആൻറ്റി എന്തേ എന്നും പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയാണ് ഞാനും എൻ്റെ അമ്മയുടെ സിസ്റ്ററും തമ്മിൽ. മറ്റേ സിസ്റ്ററിനോട് അടി ഉണ്ടാക്കില്ല, ഈ സിസ്റ്റർ ഇളയ സിസ്റ്ററുമായിട്ട് ഭയങ്കര അടിയാണ്. ഞങ്ങൾ റോഡിലൊക്കെ നിന്ന് വഴക്കിടും. ഞാനും എൻ്റെ അമ്മയുടെ അനിയത്തിയും തമ്മിൽ മിണ്ടാണ്ട് പോവും. ഞാനും മിണ്ടില്ല, ആൻറ്റിയും മിണ്ടൂല. പക്ഷെ 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും മിണ്ടും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള അടി. നിസ്സാര കാര്യത്തിനൊക്കെ ഞങ്ങൾ ഭയങ്കര വഴക്കുണ്ടാക്കും ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയും തമ്മിൽ. പക്ഷെ എനിക്ക് അവരില്ലാതെ പറ്റുകയില്ല, അവർക്ക് ഞാനും ഇല്ലാതെയും പറ്റില്ല. അങ്ങനെയാണ്. കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ മൂല്യമാണ്, ഭയങ്കര അമൂല്യമായ ബന്ധങ്ങളായിരിക്കണം എപ്പോഴും. ദിവ്യയുടെ അമ്മ പോയപ്പോഴേ ഞാൻ പറഞ്ഞേ, ഞാനൊരു ചത്ത അവസ്ഥയാണ്. അമ്മയെ കാണാം, അമ്മ അതെപ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ അമ്മ ഇവിടെ ഇരുന്നിട്ട് എന്താ പറയുക, നമ്മുടെ തിരുപ്പതി കരാവലംബ സ്തോത്രമൊക്കെ ജപിച്ചിങ്ങനെ ഇവിടെ ഇരിക്കും, വിളക്ക് വെക്കും. ആൻറ്റീനെ കണ്ടില്ലേ, അയ്യോ ആൻറ്റി ഞാൻ എന്നും അടിയാണ്. പക്ഷേ ഞങ്ങൾ 4 ദിവസം മാക്സിമം, അത് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെയാണ്. അമ്മ വിളക്ക് വെക്കും, അമ്മ കിച്ചൂട്ടൻ്റെ അടുത്ത് പോയി അമ്മ വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതൊരിക്കലും പകരം വെക്കാനാവാത്തൊരു
ഒരു സംഭവമാണ് അമ്മ എന്ന് പറയുന്നത്. സ്നേഹമുള്ള അടുത്ത വഴക്കിടുക, പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയാണ്. എൻ്റെ അമ്മ ഞാനും ആൻറ്റിയും. പക്ഷെ ഒരു 5 ദിവസം മാക്സിമം, അല്ലെങ്കിൽ ഒരു 3 ദിവസം, അങ്ങനെയാണ് ഞാനും ആൻറ്റിയും. പിന്നെയും കച്ചറ കൂടും. ചില നേരത്തെ ഞങ്ങളുടെ വഴക്ക് കണ്ടാൽ ഈശ്വര, ഈ ജന്മത്ത് ഞാനും ആൻറ്റിയും മിണ്ടൂല എന്നാ വിചാരിക്കുക. ഭയങ്കര വഴക്ക് കൂടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആൻറ്റി എന്നും വിളിച്ചാലും എന്തേടി എന്നും പറഞ്ഞാൽ ആൻറ്റിയും വരും. സോൾവ്. അമ്മയ്ക്ക് പകരം വെക്കാൻ ഒന്നുമില്ല. അത് ആരുടെ അമ്മയായാലും ശരി, ഒരിക്കലും പകരം വെക്കാൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് എന്താ? അപ്പം നമ്മളോട് എന്താ പറയുന്നത്, ധർമ്മപുത്രരോട് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആ മനസ്സിനെ നിയന്ത്രിച്ച്, അതായത് ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചിട്ട്, പറ, വാ തുറന്ന് പറ, എന്നാൽ എനിക്ക് കേൾക്കും. ഇങ്ങനെ കാണിച്ചു എനിക്ക് എന്ത് മനസ്സിലാവാനാ? ആ മനസ്സിനെ നിയന്ത്രിച്ച് ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടുക. മൂഢന്മാർ മാത്രമാണ് ദുഃഖത്തിന് അടിമപ്പെടുക. മൂഢന്മാരെപ്പോഴും ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കും, പുറത്തു വരൂല. ശോകസ്ഥാന സഹസ്രാണി ഭയസ്ഥാന ശതാനി ച ദിവസേ ദിവസേ മൂഢമാവിശദീന പണ്ഡിതം. ഓൾവേസ് വെൽക്കം. എന്താ പറയുന്നത്? അറിവുള്ളവർ ദുഃഖത്തിനോ ഭയത്തിനോ അധീനരാകുന്നില്ല. അറിവുള്ളവർ ഒരിക്കലും ദുഃഖത്തിനും അടിമപ്പെടില്ല, ഭയത്തിനും അടിമപ്പെടില്ല. മനസ്സിന് സുഖവും സന്തോഷവും വേണമെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഒരാഗ്രഹവും വേണ്ട. അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് ഒരാഗ്രഹവും ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കണം. ആഗ്രഹങ്ങൾ വേണ്ട. അതുകൊണ്ടുള്ള സുഖം മറ്റൊന്നുകൊണ്ടും ലഭിക്കില്ല. ആഗ്രഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ അതിനോളം സുഖം മറ്റൊന്നിനും ലഭിക്കില്ല എന്നാണ് പറയുന്നത്. കാമത്തെ ലാളിക്കുന്ന, പിന്നെന്താ പറയുന്നത്? യച്ച കാമസുഖം ലോകേ യച്ച ദിവ്യം മഹത് സുഖം തൃഷ്ണാക്ഷയ സുഖസ്യൈധാനാർഹതാ ഷോഡശീകലാം എന്ന് പറഞ്ഞാൽ, കാമത്തെ ലാളിക്കുന്ന പുരുഷൻ എന്നും ദുഃഖിയായിരിക്കും. കാമം ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മതിയാവാതെ അടുത്തത്, അടുത്തതിൽ നിന്ന് മതിയാവാതെ അതിൻ്റെ അടുത്തത്, അതിൻ്റെ അടുത്തതിൽ നിന്ന് മതിയാവാതെ അതിൻ്റെ അടുത്ത്, ഇങ്ങനെ പോകും. ഉദാഹരണത്തിന് പിങ്കളയുടെ കഥ പറയുന്നുണ്ട്. സ്വന്തം ദേഹത്തെ കാമുകന്മാർക്ക് വിറ്റിട്ട് സുഖം അനുഭവിക്കാമെന്ന് വിചാരിക്കുന്ന പിങ്കളയ്ക്ക് അവസാനം ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചപ്പോൾ സുഖത്തെപ്പറ്റി പിങ്കള തന്നെ പറയുന്നുണ്ട്. പിങ്കള എന്ന് പറയുന്ന സ്ത്രീ സ്വന്തം ശരീരത്തെ കാമുകന്മാർക്ക് വിറ്റിട്ട് ജീവിക്കാമെന്ന് കരുതി. അവസാനം ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചപ്പോൾ അവർക്കൊരു സുഖമുണ്ടായി. കഴിഞ്ഞു രമണൻ, അവർക്കൊരു സുഖമുണ്ടായി. എന്താണെന്നറിയോ? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്നാണ് അവർ പറഞ്ഞത്. ബ്രാഹ്മണന്റെ ഈ ഒരു വാക്ക് കേട്ടപ്പം പ്രസേനജിത്ത് രാജാവ് എന്തു പറഞ്ഞു? മകൻ മരിച്ച് ഇരിക്കുന്ന പ്രസേനജിത്ത് രാജാവ് പറഞ്ഞു, ദുഃഖമെല്ലാം ഒഴിവാക്കിയിട്ട് സുഖമായി ജീവിക്കൂ. സ്വന്തം ബന്ധുജനങ്ങൾ മരിക്കുമ്പോൾ നമ്മൾ ഇതാണ് ആലോചിക്കേണ്ടതെന്ന്. എല്ലാ ദുഃഖങ്ങളെയും ഒഴിവാക്കിയിട്ട് സുഖമായി ജീവിക്കുക. ഇതാണ് നമുക്ക് ദുഃഖം വരുമ്പം ആലോചിക്കേണ്ട കാര്യമൊന്നും. ഓക്കെ, 9:52 ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങുക. നല്ല മഴയൊക്കെയാണ്. മാക്സിമം ലൈവൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ, 10:30 വരെ എടുക്കാമെന്നല്ലേ. പോട്ടെ, പലരുടെയും നെറ്റൊക്കെ തീർന്നു. രമണൻ പ്രഭുവിൻ്റെ ഒക്കെ ഫോണിൽ ചക്രമൊക്കെ കറങ്ങുന്നുണ്ടെന്ന്. അപ്പം നാളെ രാവിലെ 6:30 അല്ലെങ്കിൽ 7:30 നമുക്ക് കാണാം. 6:30 or 7:30 നമ്മൾ ക്ലാസ് തുടങ്ങും. മെസ്സേജ് വരും ഗ്രൂപ്പിൽ കേട്ടോ, ലൈവ് എത്ര മണിക്കാന്നുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പരേഷൻ കി ജയ്. നാളെ കാണാം.